വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, കർത്താവ് നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി കർത്താവിന്റെ അന്തരീക്ഷമായി തീരുവാൻ, പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷമായി തീരുവാൻ. ഈ മുറി ഇന്നലെ വരെ അവര് ഇതിന്റെ അകത്ത് പല മീറ്റിങ്ങുകളും നടത്തിയ മുറിവാണ്. പക്ഷെ ഈ നിമിഷം മുതൽ ഇത് കർത്താവായ യേശുവിന്റെ കൃപയുടെ വലിയ അനുഭവത്തെ കൊണ്ടുവരുന്ന, ദൈവാത്മാവിന്റെ ശക്തിയെ കൊണ്ടുവരുന്ന ഒരു മുറിയായിട്ട് കർത്താവെ ഇന്ന് ഇതിനെ അങ്ങ് ചേഞ്ച് ചെയ്യുന്ന അങ്ങയുടെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്ന വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്ന, വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുള്ള ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ വലിയ കൃപകളാൽ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. എന്ന് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചതിന് ശേഷം നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വാക്ക് വായിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായ എല്ലാ കാര്യങ്ങളും എന്ന് വരത്തക്ക വിധം ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിച്ചാൽ. ആമേൻ. ഇവിടെ വചനം പറയുന്നു, ഈ കാണുന്ന ലോകത്തോടൊക്കെ വായിച്ച്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതെല്ലാം കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിച്ചാൽ അറിയുന്നു. ഈ വചനം പറയുന്നു, ഈ കാണുന്ന ലോകത്തിൽ ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ ഇന്ന് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒറ്റ വചനം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആമേൻ. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഈ ഒറ്റ വാക്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ സംഭവിക്കുവാൻ ഇടയാക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾ നോക്കുകയും ഇവിടെ ബൈബിൾ പറയും, ദൈവം ലോകത്തെ തന്റെ വചനത്താൽ ഉളവാക്കി. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് നമ്മൾ ഇത് അറിയുന്നത്. നോക്കിക്കോണം, നമ്മൾ ശരിക്കും പറഞ്ഞ വചനം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ബൈ ഫെയ്ത്ത് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവം വചനത്താൽ ലോകത്തെ ഉളവാക്കിയത് നമ്മളത് അറിയുന്നത് വിശ്വാസത്താലാണ്. നിങ്ങൾ നോക്കി, നമ്മൾ ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും, ഈ കാണുന്ന സകല രീതികളെയും, ഈ കാണുന്ന സകലത്തെയും ദൈവം നിർമ്മിച്ചത് തന്റെ വചനത്താലാണ്. പക്ഷെ നിങ്ങളൊന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നോക്കി, എങ്ങനെയാണ് ഒരു ദൈവത്തിന് നമ്മൾ ഈ കാണുന്ന മരങ്ങളും ചെടികളും നമ്മളാകുന്ന മനുഷ്യരും സകല പ്രപഞ്ചങ്ങളെയും, ഈ കാണുന്ന സകല, നമുക്കറിയാം നമ്മൾ ഈ ഭൂമി മാത്രമല്ല ഗ്രഹമുള്ളത്, കോടിക്കണക്കിന് ഗ്രഹങ്ങളൊന്നുണ്ട് ഈ ലോകത്തിലുണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് വചനത്താലാണ്. ഇത് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, എന്റെ ഉള്ളിൽ ദൈവം അത് വിശ്വസിക്കുവാൻ ഒരു കൃപ തന്നു. ഒന്നുകൂടെ പറയാം, ദൈവം വചനത്താൽ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചത് വിശ്വാസത്താലാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഈ വിശ്വാസം നിങ്ങൾ ബൈബിൾ മുഴുവൻ നോക്കിയാൽ മതി. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഈ വിശ്വാസം മാത്രം പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. പണ്ട് ഒരു സഹോദരനെ ഉപദേശിക്കാൻ വേണ്ടി അവർ അമ്മയോട് പറഞ്ഞു, ബ്രദറെ ചുമ്മാ വിശ്വാസം എന്ന് മാത്രം പറയാതെ അവർ എന്ത് ചെയ്യണം, നേർവഴിക്ക് നടത്താൻ വേണ്ടി. അപ്പൊ ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്തോ കുറഞ്ഞ കാര്യമാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ശക്തിയുള്ള ഒരു ചക്രമാണ് വിശ്വാസം. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട്, ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസം എന്ന് പറഞ്ഞത് ചെറിയൊരു ആയുധമല്ല. ഇവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയെ ഉയർപ്പിക്കുവാൻ നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് കഴിയും. അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ വിശ്വാസം ചെറിയൊരു കാര്യമല്ല. വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പ്രകടിക്കണ്ട, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ഉറപ്പ് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ എവിടേക്കോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ. ഞാൻ പറയുന്നതല്ല, ബൈബിള് പറയുന്നതാണ്. വിശ്വസിക്കുന്നവർക്ക്, ബൈബിളിൽ പറയുന്ന വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പാണ്. ഇവിടെ ഞാൻ പറയാം, ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ
ഉറപ്പാണ്. ഞാൻ എനിക്ക് തോന്നുന്നു റെയ്നാൻ ബോങ്കയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആ ദൈവദാസന്റെ പേര് വിട്ടുപോയി. അദ്ദേഹം ഒരിക്കൽ ദൈവം എനിക്കൊന്ന് ബോങ്കയാണെന്ന് എനിക്ക് തോന്നുന്നു, റെയ്നാൻ ബോങ്കയാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സകലതും വിട്ടെറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം, ഏതൊരു എനിക്കൊന്ന് ആഫ്രിക്ക, എനിക്ക് കറക്റ്റ് ബോങ്കയാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആഫ്രിക്ക പറയുന്നില്ല, എങ്കിലും ഈ ഭാര്യയെ കൂട്ടിക്കൊണ്ട് കുറെ കാലം മുമ്പ് 10-30 വർഷം മുമ്പ് ഇവരൊരു മിഷണറി യാത്ര പുറപ്പെടും കപ്പലിൽ. കപ്പൽ യാത്ര പോകുന്ന വഴിയിൽ ഈ കപ്പൽ ഓടിക്കുന്ന അതിന്റെ കപ്പിത്താൻ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞു, നമ്മൾ വലിയൊരു റിസ്കിലൂടെ കടന്നു പോവുകയാണ്, കാരണം കപ്പലിൽ എന്തോ വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ചിലപ്പോൾ നമ്മൾ കരപറ്റാൻ സാധ്യതയില്ല. അടുത്ത അനൗൺസ്മെന്റ് വന്നു, ആൾക്കാരെല്ലാം പാനിക്കായി, ആൾക്കാരെല്ലാം ഭയങ്കര അവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്തതിന്റെ കാര്യമില്ല, വെള്ളമാണ് എവിടെ നോക്കിയാലും. അപ്പൊ ഇവര് കുറെ നേരം അത് റെഡിയാക്കാൻ നോക്കിയിട്ട് പറ്റത്തില്ല. രണ്ടാമത് വീണ്ടും അനൗൺസ്മെന്റ് ചെയ്തു, ഞങ്ങൾക്ക് അത് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ആദ്യം കിടന്നയാള് പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, നേരെ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഷേവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീണ്ടും വന്ന് ഭാര്യ നിലവിളിക്കുക. എനിക്കൊന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞ ടെസ്റ്റിമണി വ്യത്യാസമുണ്ട്, ഞാൻ കേട്ട ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്. അപ്പൊ രണ്ടാമത് വന്നിട്ടും ഇദ്ദേഹം പറയുമ്പോൾ ഈ മനുഷ്യൻ അടുത്ത ഡ്രസ്സ് ഇടുന്നു, ഇദ്ദേഹം നല്ലതായിട്ട് വെൽ ഡ്രസ് ചെയ്ത്, അതായത് ഒരു കപ്പലിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഒരുങ്ങുന്നത് പോലെ ഇദ്ദേഹം ഒരുങ്ങുക. അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരു കുലുക്കമില്ലാത്തെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നോടും നിന്നോടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നമ്മൾ ഇന്ന സ്ഥലത്തോട്ട് ചെല്ലാൻ. പക്ഷെ ഇടയിൽ കപ്പിത്താൻ പറയുന്നു നമ്മൾ മുങ്ങുവെന്ന്. ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ കര പറ്റുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ വിശ്വസിച്ചിട്ട് പാനിക്കാവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം ചോർന്നു പോകുന്നത്? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്, വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ്. ഇപ്പൊ ഒന്നും ഞാൻ കാണുന്നില്ല, എന്റെ മുമ്പിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര നിശ്ചയമാണ് നടക്കുമെന്ന്. ഇത് ഇത്രയും നിങ്ങളിൽ വർക്കാവുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഉറപ്പാണ് ഇത് നമ്മളിൽ വർക്കാകുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ബൈബിള് പറയാണ്, വിശ്വസിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമെന്ന് ബൈബിള് പറയുന്നില്ല. വിശ്വസിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ട് പാനിക് ആവുമെന്ന് ബൈബിള് പറയുന്നില്ല. വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഭയങ്കരമാകുന്ന ടെൻഷൻ ഉണ്ടാവുമെന്ന് ബൈബിള് പറയുന്നില്ല. ബൈബിൾ പറയുന്നത് വിശ്വസിക്കുമ്പോൾ കാണാത്ത കാര്യത്തിന്റെ ഉറപ്പ് വരും. അപ്പൊ ഈ ഉറപ്പ് എനിക്ക് വരുന്നില്ല എങ്കിൽ എന്തോ ഒരു സംഭവം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുവാണേ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം തന്റെ വചനത്താൽ എന്ത് ചെയ്തു? ഈ ലോകത്തെ നിർമ്മിച്ചു. അത് നമ്മൾ അറിയുന്നത് ബൈ ഫെയ്ത്തിനാണ്. അതിന്റെ അർത്ഥം, ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരാൾ പറയുകയാണ്, സയൻസ് പഠിച്ച ഒരാൾ പറയുകയാണ്, മനുഷ്യൻ ഉണ്ടായത് ബിഗ് ബാങ് തിയറിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ഒരു സ്ഫോടനം ഉണ്ടായി, അതിനുശേഷം ഒരു ചെറിയ കോശം ഉണ്ടായി, അതിന്റെ അകത്തുനിന്ന് വീണ്ടും ഡെവലപ്പായി അത് പരിണമിച്ച് പിന്നീട് എന്ത് ചെയ്തു? മനുഷ്യനാകുന്ന പ്രപഞ്ചത്തിലെ സകല, ആദ്യം അവർ പറയുന്നത് വെള്ളത്തിൽ ഉണ്ടാകുന്ന ആദ്യ ഒരു ചെറിയൊരു ജീവിയിൽ നിന്നും പിന്നെ എന്ത് ചെയ്തു? പരിണാമം സംഭവിച്ച് മനുഷ്യനിലേക്ക് എത്തി. അപ്പൊ കാലങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ എടുത്ത് നടന്നൊരു പ്രോസസ്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. കാരണം എന്തോ, നമുക്ക് എവിടെയൊക്കെയോ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇടി ഉണ്ടായി, അവിടെ ഒരു കുഞ്ഞു കോശം ഉണ്ടായി, അത് ഒരു ജീവി ഉണ്ടായി, അത് പിന്നെ വളർന്നു. ഞാൻ കേട്ട ഒരു അറിവ് വെച്ചോട്ടെ, എനിക്ക് അറിയത്തില്ല എങ്കിലും അവരൊരു ആശയം ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. പല ആശയങ്ങളുണ്ട്. എന്നാൽ ഒത്തിരി ആശയങ്ങൾ നമ്മുടെ ലോകത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞ ആശയം തെറ്റായിരിക്കാം, എങ്കിലും കേട്ട ഒരു അറിവാണ്. അപ്പൊ പല തിയറികൾ ലോകത്തിലുണ്ട്, പല ആൾക്കാരും അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ കാര്യത്തെ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ലോകം ഉണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ നമുക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ അകത്ത് ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുവാൻ കഴിയുന്ന എന്തോ ഒരു ശക്തി അകത്തിരുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ഞായറാഴ്ച വന്നിരിക്കുന്നത്? വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും ആൾക്കാർ വിളിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അറിവ് കിട്ടിയത്? വേറെ സൊല്യൂഷൻ ഒന്നുമില്ലേ? വേറെ സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അതിലോട്ടൊക്കെ പോയ റിസ്ക് ആണ്. പക്ഷെ പ്രാർത്ഥിച്ചാൽ ഇവരുടെ ഉള്ളത്തിൽ എവിടുന്ന് ഒരു ചിന്ത നടക്കും. ഈ ഉറപ്പ് എവിടുന്ന് കിട്ടി? അത് ഉയർത്തി നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ, അത് കേൾക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ നിന്നും ആമേൻ അങ്ങനെ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു ഘടകം എന്റെ അകത്തുണ്ട്. എന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ട്. നിങ്ങളോട് ഞാനിപ്പോ ചോദിച്ചോട്ടെ, ഇനി നിങ്ങളെ ഏത് ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചാലും ചോദിക്കുക, യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് തന്നെയാണോ നിങ്ങളെ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സംശയമുണ്ടോ? സംശയം വരുമോ നിങ്ങൾക്ക്? ഇല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും?
അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉറപ്പ്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളത്തിൽ ഒരു ഉറപ്പ് കയറി. പക്ഷെ നമ്മളൊരു പ്രശ്നത്തിന്റെ നടുവിൽ എത്തുന്ന സമയത്ത് കാണാത്ത കാര്യങ്ങളെ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഉറപ്പില്ല. എപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം ഉറപ്പായി മാറുന്നത്? ആ ഉറപ്പിന്റെ അകത്ത് നിന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം നോക്കിയാൽ, കർത്താവിന്റെ പ്രസംഗത്തിൽ മുഴുവൻ നോക്കിയാൽ മതി. കർത്താവ് ഏത് മരിച്ച വീട്ടിൽ ചെന്നാലും കർത്താവ് പറയുന്നത് ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുക. അപ്പൊ എന്താ കാര്യം എന്നറിയാവോ? ഉറങ്ങുന്നിടത്തു നിന്നും ഉണർത്തുന്നത് പോലെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാം. ഇത് യേശുവിന്റെ ഉറപ്പാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞുണ്ടോ, നീ ശിലോഹം കുളത്തിൽ പോയി നീ കഴുക്, നിന്റെ കാഴ്ച കിട്ടിയിരിക്കും. യേശു പറഞ്ഞില്ലേ? മുടന്തനോട് പറഞ്ഞു. ഞാൻ പിന്നീട് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കാര്യം നമ്മൾ ചിന്തിക്കും, എന്നാ ബ്രദർ അത് യേശു അല്ലേ? നമുക്ക് നേരെ പത്രോസ്ലീഹ അടുത്തേക്ക് നിങ്ങൾ ഞാൻ ആ മർമ്മത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പ് കയറുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ സ്റ്റക്ക് ആവുമ്പോഴാണ് നമ്മുടെ അകത്ത് ഉറപ്പ് നഷ്ടപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ഉറപ്പില്ലാതെ നമ്മൾ എന്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിന്റെ മേൽ ഒരു പ്രവൃത്തിയും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം കിട്ടും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? കിട്ടും, അത് നടക്കും. സംശയം വന്നു. ബൈബിളിൽ യേശു പറഞ്ഞിട്ട് സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേര് കൈവെക്കും? സംശയമില്ലാത്തവർ. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിന് നമ്മുടെ ഹൃദയം അറിയത്തില്ലേ? നമ്മൾ സംശയിക്കുന്നവരാണ് കർത്താവിനെ അറിയത്തില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പൊ നമ്മൾ പറയത്തില്ല, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും ഏതൊക്കെയോ സമയത്ത് ഒരു സംശയം എങ്ങനെ വരുന്നു. കർത്താവ് എന്തുകൊണ്ടത് ബ്രാക്കറ്റ് ഇടാഞ്ഞത്? സംശയം വന്നേക്കും എന്ന് പറയാഞ്ഞത്? കാരണം വിശ്വാസം എന്നത് ഉറപ്പാണ്. ഇതെങ്ങനെയാണ് എന്നിലേക്ക് ഉറപ്പായിട്ട് മാറുന്നത്? നമുക്കൊരു വാക്യം ഒന്നെടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന സമയത്തോടെ ഇരിക്കുന്നത്, ഞാൻ വായിച്ചുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം പകലിൽ നിന്നും ഇരുളിൽ നിന്നും രാത്രി എന്നും പേരിട്ടു. സന്ധ്യ ഉഷസ്സുമായി 3-ാം ദിവസം. അങ്ങനെ വെള്ളത്തിന്റെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളം തമ്മിൽ വേർപിരിയട്ടെ എന്നിങ്ങനെ കർത്താവിന്റെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു? സൃഷ്ടിക്കുന്ന വാക്കുകളെ കാണാൻ പറ്റും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിങ്ങളൊരു വാക്ക് കാണാൻ പറ്റുന്നില്ല. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു വിശ്വാസത്താൽ നമ്മൾ അറിയുന്നു. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് വിശ്വാസത്താൽ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് അവിടെ പറയാഞ്ഞത്? നമ്മളോട് പറയുന്നു ദൈവം ലോകത്തിൽ എന്ത് ചെയ്തു? വചനത്താൽ ലോകത്തെ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ് വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത് നമ്മൾക്കത് അറിയാൻ പറ്റി. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് വിശ്വാസത്താൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി എന്നൊരു പദം അവിടെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ആ വാക്ക് എന്ത് ചെയ്തു? വെളിച്ചമായി മാറി. ആ വാക്ക് എന്ത് ചെയ്തു? സകല പ്രപഞ്ചവുമായി മാറി. അവിടെ ബൈ ഫെയ്ത്ത് എന്നൊരു വാക്ക് അവിടെ ഇല്ല. ദൈവം വിശ്വസിച്ചത് കൊണ്ട് ദൈവം അത് പറഞ്ഞു എന്നൊരു വാക്കില്ല. പക്ഷെ എന്നോടും നിങ്ങളോടും പറയുന്നു വിശ്വാസത്താലാണ് നമുക്കിത് അറിയാൻ പറ്റുന്നത്. അതിന്റെ കാര്യം എന്നറിയാവോ? ദൈവത്തിന് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാര്യം ദൈവത്തിന്റെ അകത്തൊരു ഡുനാമിസ് വ്യാപരിക്കുന്നുണ്ട്. എന്താ ഡുനാമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ശക്തി. ഈ ശക്തിക്ക് അകത്തു നിന്നുകൊണ്ട് ദൈവം പറഞ്ഞാൽ എന്തും ഉണ്ടായി വരും. യേശു പറഞ്ഞൊരു വാക്കുകൊണ്ടോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശുവിന്റെ ഒരൊറ്റ വാക്കാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യം യേശുവിന്റെ അകത്ത് ഡുനാമിസ് വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ അകത്ത് സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ ശക്തി എന്റെ അകത്ത് വന്നത് കൊണ്ടാണ്, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ബൈ ഫെയ്ത്ത്. അപ്പൊ എന്റെ അകത്ത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ, എന്റെ അകത്ത് ഈ സൃഷ്ടിക്കുന്ന ശക്തി യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്റെ അകത്ത് വിശ്വാസം കറക്റ്റ് ആയിരിക്കണം. എനിക്ക് ബെന്നി ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ ഞാൻ വീട്ടിലുണ്ട്,
എന്ന് ബെന്നി ബ്രദർ പറഞ്ഞാൽ ഞാൻ ആ ഉറപ്പിൽ എന്ത് ചെയ്യും? വീട്ടിലോട്ട് വരും. വരുമ്പോ ബെന്നി ബ്രദർ പറയാ, അയ്യോ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ലണ്ടനിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ പറയുമോ? ഇല്ല. ബെന്നി ബ്രദർ പറഞ്ഞ വാക്കേൽ എനിക്കറിയാം അവിടെ ഉണ്ടാളും, എങ്ങും പോകത്തില്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഉറപ്പാണ്, അല്ലെ? ഇതൊരു ഉറപ്പാകുന്നത് പോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ഉറപ്പായിട്ട് വരണം. ഇനി ഞാൻ എളുപ്പത്തിൽ ചോദ്യം ചോദിക്കാം, വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? അയ്യോ, വിശ്വാസം കേൾവിയാലും. അപ്പൊ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നത് കേൾവിയാലാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ ഉറപ്പ്. അപ്പൊ ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ എന്നാ സംഭവിക്കും? വിശ്വാസം പോവല്ല, ഉറപ്പ് പോകും. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം കേൾവിയാലും കേൾവി. ഇനി ഒരു വാക്ക് ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23, 24 വാക്യം ഒന്ന് വായിക്കാവോ? മർക്കോസ് 4-ന്റെ 23, 24 ഒന്ന് വായിച്ചു. മർക്കോസ് ഒന്ന് വായിച്ചോളാം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുകയും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾ കളഞ്ഞു കിട്ടും, അധികമായി കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളത് കൂടി എടുത്തു കളയും. നിങ്ങൾ നോക്കി ഈ വചനം ശ്രദ്ധിച്ചു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുക്രിസ്തു നേരിട്ട് പറയണം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്തിനാ വാക്ക് പറഞ്ഞത്? കാര്യം നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ ഉറപ്പ്. അപ്പൊ ഇത് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും, നിങ്ങളുടെ ഉറപ്പ് നഷ്ടപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കേൾക്കുന്നത് കറക്റ്റ് ആയിട്ടല്ല എങ്കിൽ ആ കേൾക്കുന്നത് നമ്മുടെ അകത്ത് എന്ത് ചെയ്യത്തില്ല? വിശ്വാസമായിട്ട് മാറത്തില്ല. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ സുവിശേഷം പറയാൻ തുടങ്ങിയിട്ട് പല ടൈപ്പ് ആളുകളെ കണ്ടു. ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഇടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, ആ വീട്ടിന്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്, അപ്പം അവരൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ ദൈവദാസൻ പറഞ്ഞു, ഇതിന്റെ ഒറ്റ പരിഹാരമുള്ളൂ, വീടിന്റെ അടിത്തറയിലെ മണ്ണ് മാന്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ വിടുതല. അപ്പൊ അവരൊന്നും നോക്കിയില്ല, ബാംഗ്ലൂരാണ്, ടൈൽസ് ഇട്ട് എവിടെയാണ്, അവർ പിക്കാസ് കൊണ്ട് എന്ത് ചെയ്തു? ടൈൽസ് പൊട്ടിച്ച് മണ്ണെടുത്ത് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ 3-ാം പക്കം ഹൗസ് ഓണർ വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീടും പോയി, അവസാനം നിലനിൽപ്പും പോയി. ഇപ്പൊ മൊത്തം വിഷയത്തില്ല. അപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് അവരോടത് പറഞ്ഞത്? ദൈവാത്മാവ് കാണിച്ചു എന്ന് പറഞ്ഞ അടിത്തറ ഇളക്കാൻ ഒരു സ്വതന്ത്രം പറഞ്ഞ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം അത് പുള്ളി പറഞ്ഞാണ്, ഞാൻ കുഴിച്ചത് വിശ്വാസത്താലാ. അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ടൈല് പൊട്ടിച്ച് എന്ത് ചെയ്തു? മണ്ണെടുത്തു. പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഞാൻ പോസ്റ്റൽ വഴി അയച്ചു കൊടുത്തു ബാംഗ്ലൂരിൽ നിന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചു. 3-ാം പക്കം ഹൗസ് ഓണർ അറിഞ്ഞ് വീട് പൊളിച്ച കാര്യം ആണ് ഞങ്ങൾ ഇറക്കി വിട്ട്. വീടും പോയി, കിടപ്പാടം പോയി, എല്ലാം പോയി. ശ്രദ്ധിച്ച് ഇവരുടെ ചിന്തയിൽ ഇവർ വിശ്വസിച്ചു. ഇവര് പറയുന്നത് എന്താണ്? കർത്താവ് ഇടപെട്ടു. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അതിൽ കേൾക്കുന്നത് എന്ത് ചെയ്യണം? ഇനി ഒറ്റ വഴിയുള്ളൂ. ഇനി ആ തറയ്ക്കകത്തോട്ട് ഇനി ഏത് വലിയ കൊടിയ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഭയങ്കര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. എന്റെ അർത്ഥം, ഇവിടെയുള്ള ഏത് വിശ്വാസവും എന്റെ കാൽച്ചുവട്ടിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ കേട്ടത്. ഈ കേട്ടത് എന്റെ അകത്ത് എന്തുണ്ടാവും? വിശ്വാസമാവും. പക്ഷെ വിശ്വാസം എനിക്ക് ഉറപ്പാകുന്നത് എങ്ങനെയാ? എങ്ങനെ വിശ്വാസം ഉറപ്പാകുന്നത്? ഒന്ന് പറ. ഒരു കാര്യം നമ്മുടെ അകത്ത് ഉറപ്പാകുന്നത് എങ്ങനെയാ? യേശു പറഞ്ഞു, എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാൻ ആദ്യം പറഞ്ഞില്ല, കുറെ തിയറികൾ ഞാൻ കേട്ട തിയറിക്കാണ്. നിങ്ങൾ അത് അതേപോലെ വിശ്വസിക്കരുത്. ലോകപ്രകാരം സയൻസിന്റെ തിയറി ഞാൻ പറഞ്ഞില്ലേ, അവൻ പല തിയറി ഉണ്ട്. ബിഗ് ബാങ് തിയറി ഉണ്ട്, മനുഷ്യനുണ്ടായ ചരിത്രമുണ്ട്, ഒത്തിരി തിയറികളുണ്ട്. ഇതേപോലെ വിശ്വാസികളുടെ ഇടയിൽ ഒത്തിരി തിയറികളുണ്ട്. ഇതെന്ത് സംഭവിക്കുന്നത് അറിയാവോ? നമ്മുടെ ഉറപ്പിനെ നഷ്ടപ്പെടുത്തും. ഇവിടെ നിങ്ങൾ നോക്കുക, ദൈവം തന്റെ വചനത്താലാണ് ലോകത്തെ ഉളവാക്കിയെങ്കിൽ ഈ വചനം നിങ്ങളുടെ വന്നതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങളിൽ പ്രവർത്തിക്കത്തില്ല. വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഡുനാമിസ് ആവശ്യമാണ്. ദൈവശക്തിയും വചനവും ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ദൈവവചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ.
ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഈ ബൈബിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി ഇത് നടന്നു പോവുക, ഒരു വിശ്വാസവും ഇല്ല, അദ്ദേഹം സാത്താൻ വർഷിപ്പിനെ ആരാധിക്കുന്ന ആള്, പുള്ളിക്ക് ഈ ബൈബിൾ എടുത്തിട്ട് പറയുകയാണ്, ഈ ബൈബിളിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഇത് അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിയോട് കൊടുത്ത പുള്ളി ഇത് കുറെ നേരം വായിക്കും. വല്ലതും നടക്കുമോ? വല്ലതും നടക്കുമോ? ഇത് കുറെ നേരം വായിച്ചിട്ട് പുള്ളി പറയുന്നത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ പറയുക? അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. നോക്കിയേ, ബൈ ഫെയ്ത്ത്, ആ വാക്ക് നിങ്ങൾ മറന്നു പോകല്ലേ, വിശ്വാസത്താലാണ്. യേശു പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ എന്ത് ചെയ്യും. അപ്പൊ വിശ്വാസത്തിന്റെ അകത്ത് ഒരു വചനമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അപ്പൊ ദൈവം എന്റെ ഉള്ളത്തിൽ തരുന്ന ഉറപ്പില്ല എങ്കിൽ എനിക്ക് ഒരു കാര്യത്തിന്റെ അകത്തും പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ടാകുന്നത്? ഒരു കാര്യത്തിന്റെ അകത്ത് എങ്ങനെ ഉറപ്പുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ, ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നു, ഭാരം വരുന്നു, പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ദൈവം ചെയ്യുമെന്ന് നമുക്ക് അറിയാം, പക്ഷെ നമ്മുടെ കാര്യത്തിന്റെ അകത്ത് നടക്കാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നു. യേശു നമ്മോട് പറയുന്നു സംശയിക്കാതെ വിശ്വസിക്കണം. ഞാനാണെങ്കിൽ സംശയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഞാനാണെങ്കിൽ എന്റെ മനസ്സിൽ ആകുല ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക, എന്റെ മനസ്സിലേക്ക് ആ കാര്യം നടക്കുമെന്ന് ഇപ്പൊ ഉറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ആ കാര്യം നടക്കുമെന്ന് ചോദിച്ചാൽ ദൈവം ചെയ്യട്ടെ, ഇതിലേക്ക് ഞാൻ വന്ന് നിൽക്കുക, ദൈവം ചെയ്യട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ വന്ന് നിൽക്കുക. ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഉറപ്പിലേക്ക് വരണമെങ്കിൽ ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവ് എവിടുന്ന് വന്നു? ഇപ്പൊ ഞാൻ പറയാം, ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വരികയില്ല അല്ലെങ്കിൽ വരൂ എന്ന വചനം ഇല്ലെന്നിരിക്കട്ടെ. ഇരമ്യാൽ ഒരു വാക്യമുണ്ട്, ഞാൻ നിനക്ക് ആരോഗ്യവും സൗഖ്യവും വരുത്തും. ആ വാക്യം ഇല്ലെന്നിരിക്കട്ടെ. രോഗസൗഖ്യത്തെ പറ്റി ബൈബിൾ എങ്ങും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുവോ? ദൈവം സൗഖ്യമാക്കുമെന്ന് ചിന്തിക്കുവോ? ഇല്ല. ഇങ്ങനെ ഒരു വചനം കണ്ടതുകൊണ്ടാണ് ദൈവത്തിൽ നിന്നും സൗഖ്യം എനിക്ക് ഉണ്ടാകുമെന്നൊരു വിശ്വാസം വരുന്നത്, അല്ലെ? ദൈവത്തിൽ നിന്ന് എനിക്ക് ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? ബൈബിളിലൂടെയാണ്, വചനത്തിലൂടെയാണ് എനിക്ക് ഈ അറിവെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ അറിവ് കിട്ടിയത് കൊണ്ട് എന്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല? ഇത് സംഭവിക്കുന്നില്ല. അതിന്റെ കാര്യം, ഞാൻ വിശ്വസിക്കുന്ന കാര്യം എപ്പോഴാണോ എനിക്ക് ഉറപ്പിലേക്ക് വരുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്ക് എങ്ങനെയാണോ ഇത് വിശ്വാസം കിട്ടിയത്, ആ വിശ്വാസം വന്ന വഴിയെ കൂടുതൽ ഞാൻ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഏത് വചനമാണോ വിശ്വസിക്കുന്നത്, ആ വചനം നിങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിന്നും ഉറപ്പ് വരുവാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ബെന്നിയോട് ആ കാര്യം നടക്കുവോ, ആ രോഗം മാറുവോ എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ എന്നല്ല, ബെന്നിബദർ ഒരു ദിവസം പറയുവാണ് എനിക്ക് ഉറപ്പാ അത് മാറും. ഇങ്ങനെ എപ്പോഴാണോ ഉള്ളത്തിൽ നിന്ന് പറയാൻ, ബുദ്ധിയിൽ നിന്നല്ല, ഉള്ളത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്, ആ സമയമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ അകത്ത് വിശ്വാസം ചലിക്കുവാൻ തുടങ്ങണം. അപ്പൊ ഇത് നിങ്ങൾ കുറവാണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞായിരുന്നു. ഏലിയാവിന്റെ ബാല്യക്കാരൻ വന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, നീ ഓടിപ്പോ, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ ഇദ്ദേഹം ഓടിപ്പോയി നോക്കിയിട്ട് പറഞ്ഞു മഴയുമില്ല, മുഴക്കവുമില്ല, ഒന്നുമില്ല. തിരിച്ചോടി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക അവിടെ ഒന്നും ഞാൻ കാണുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞതാണല്ലോ മഴ പെയ്യുമെന്ന്. എലിയാവിന് ഡൗട്ട് വരുന്നില്ല. കാരണം ഇതാണ് അകത്ത് ഉറപ്പുള്ള വ്യക്തിക്ക് ഡൗട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പറയും ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ. ഒരു സ്ഥലത്തുമില്ല, ബൈബിളിൽ ഒരു സ്ഥലത്തുമില്ല. ബൈബിളിൽ യേശു പറയുന്നുണ്ട് സംശയിക്കാതെ. അപ്പൊ സംശയം എങ്ങനെയാ വരുന്നത്? സംശയം എങ്ങനെയാ വരുന്നത്? എനിക്ക് അറിയത്തില്ല. സംശയം ഏത് വഴി വരുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിശ്വാസം വരുന്നത് എങ്ങനെയാ? പറ, വിശ്വാസം എങ്ങനെയാ വരുന്നത്? കേൾക്കുന്നു. സംശയം വരുന്ന എനിക്ക് എങ്ങനെ അറിയത്തില്ല, എവിടുന്നൊക്കെയോ കയറി വരുന്നതാ. പക്ഷെ വിശ്വാസം എനിക്ക് ഉറപ്പാണ്. ഞാൻ കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വരുന്നതെങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും കേൾക്കുന്നു എങ്കിൽ എന്റെ അകത്ത് വിശ്വാസം ഉറപ്പായി മാറിയിരിക്കുന്നു. ഈ ഉറപ്പായി മാറുന്ന സമയത്താണ് നിങ്ങളുടെ മനസ്സു, ചിന്ത എല്ലാം ബലത്തോടെ ചലിക്കുവാൻ തുടങ്ങും. നോക്കിക്കേ, ബലത്തോടെ ചലിക്കുവാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ അകത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഈ ഡുനാമീസിന്റെ വ്യാപാരം നടക്കുന്നത് അറിയാൻ പറ്റും. ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ചലനങ്ങൾ ചലിക്കുന്നതിന്റെ കാരണം വിശ്വസിക്കുന്നവന്റെ അകത്തെ ഉറപ്പ് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഉറപ്പില്ല.
നമുക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അത് എന്റെ കുറവ്, നിങ്ങളുടെ കുറവല്ല. നിങ്ങൾക്ക് വിശ്വാസങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു വചനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വചനം നിങ്ങൾ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കണം. കുറേ നേരം നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത്, നമ്മളൊരു ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുന്നത് എങ്ങനെയാണ്? നമ്മൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ഇതേ ഒരു വചനം നിങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, നിങ്ങൾ പറയും തോറും നമ്മുടെ അകത്ത് സംശയങ്ങൾ വരും, ചോദ്യങ്ങൾ വരും, വേദനകൾ വരും, പല ചിന്തകൾ വരും, ആകുലതകൾ വരും. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ഉറപ്പുണ്ടായി വരും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നത് ഒറ്റ പ്രോസസ് അല്ല, കണ്ടിന്യൂസ് അകത്ത് എന്റെ അകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. വിശ്വാസത്തിന് അളവുണ്ട്. വിശ്വാസത്തിന് എന്തുണ്ട്? ഇതിങ്ങനെ അളവ്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ വിശ്വാസത്തിന് അളവുള്ളത് പോലെ തന്നെ വിശ്വസിക്കുന്ന ശക്തിക്കും എന്തുണ്ട്? കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇതിനെ കൂട്ടുമ്പോഴാണ് എന്റെ അകത്ത് ഉറപ്പുണ്ടാകുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ അകത്ത് ഉറപ്പ് വരാൻ വേണ്ടി ഇവിടെ നോക്കിയേ, ബൈ ഫെയ്ത്ത്. ഇവിടെ പറഞ്ഞ ദൈവം ലോകത്തെ എങ്ങനെയാ സൃഷ്ടിച്ചത്? വചനത്താൽ. എബ്രായ ലേഖനം 11 വാക്യത്തിൽ പറയുന്നു, ദൈവം എന്ത് ചെയ്തു? വചനത്താൽ. ദൈവത്തിന് ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ ഇതേ വചനമുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൃഷ്ടിക്കുവാൻ കഴിയും. അതിനെ ക്രിയേറ്റ് ചെയ്യുവാൻ പറ്റും. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് അവിടെ ഒരു അത്ഭുതത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് കഴിയും. പക്ഷെ വിശ്വാസത്തിന്റെ ഉറപ്പിലേക്ക് നമ്മൾ കയറി വരാതിരിക്കുമ്പോൾ സംശയം നമ്മളിൽ വ്യാപരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, സംശയത്തിന്റെ അകത്തുനിന്നുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? നിങ്ങൾ നോക്കി, യേശുവിന്റെ വാക്ക് നോക്കിയേ, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കുന്നത്? സംശയിക്കാതെ എന്ത് ചെയ്യണം? കർത്താവിന്റെ ശിഷ്യന്മാർ ഏറ്റവും കൂടുതൽ കർത്താവ് പറഞ്ഞു, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ എന്നെ വിട്ട് എന്ത് ചെയ്യണം? ഇത് പറഞ്ഞത് പരീക്ഷന്മാരോടല്ല, സുവിശേഷത്തെ എതിർക്കുന്നവരോടല്ല. കർത്താവിന്റെ ശിഷ്യന്മാർ, കർത്താവെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല? യേശു എന്നാ പറഞ്ഞത്? നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാന്നല്ല പറഞ്ഞത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടത് കഴിഞ്ഞില്ല? അവിശ്വാസം കൊണ്ട് എന്ത് ചെയ്തില്ല? അപ്പൊ നിങ്ങൾ ചിന്തിക്കത്തില്ല, കർത്താവിന്റെ കൂടെ ഈ വള്ളവും വലയൊക്കെ ഇട്ടേച്ച് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് ഇവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തുകൊണ്ടാണ് യേശു അത് പറഞ്ഞത്? ഇവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഇവരുടെ അകത്ത് ഇപ്പോൾ വ്യാപരിക്കുന്നത് സംശയ വിചാരങ്ങളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്നെ വിട്ടു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില ആൾക്കാർ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഉപവസിക്കും. ശ്രദ്ധിച്ചാൽ ഉള്ള വിശ്വാസം കുറയത്തേ ഉള്ളൂ. കാര്യം നിങ്ങൾ വിശ്വാസത്തെ നമ്മൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക. വിശ്വാസം ഉണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, വിശ്വാസം കേൾവിയാൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ബൈബിൾ പറയുന്നില്ല പ്രാർത്ഥനയാൽ വിശ്വാസം ഉണ്ടാകുന്നില്ല, പാട്ട് പാടിയാൽ വിശ്വാസം ഉണ്ടാകുന്നില്ല. വിശ്വാസം കേൾക്കുന്നതിലൂടെ ഉണ്ടായി വരുന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ഞാൻ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അത്രത്തോളം എന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കുകയും അത്രത്തോളം എന്റെ അകത്ത് ഉറപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നോക്കിക്കേ, നിങ്ങൾ എത്രത്തോളം വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഉറപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഡെഡ് ബോഡി ഇരിക്കുവാന്ന് വിചാരിച്ചു, ഇപ്പൊ ഞാൻ പറയുക ഓടി വന്ന് പ്രതികാരം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഓടി വന്നത് പ്രാർത്ഥിക്കുക. ഇപ്പൊ എണീക്കുമെന്ന് വെച്ചാൽ നമ്മളെല്ലാം എടുക്കും. ഞാൻ ഉൾപ്പെടെ പറയുക, ഞാൻ ഓടിക്കൊണ്ട് എന്ത് ചെയ്യും? കർത്താവെ നിന്റെ ഗീതമെങ്കിൽ എന്ത് ചെയ്യണം? ഓടി. പക്ഷെ നിങ്ങൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് വിചാരിച്ചു. ബൈബിളിൽ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ദൈവം എന്നെ അഭിഷേകം ചെയ്ത് എല്ലാ ദിവസവും പറയുക. എന്നിലൂടെ മരിച്ചവർ എണീക്കും. ഇത് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് വിചാരിച്ചു. പറയും തോറും നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കും? കേട്ടുകൊണ്ടിരിക്കും. കേൾക്കും തോറും വിശ്വാസം എന്തായി മാറും? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇത് കേൾക്കും തോറും വിശ്വാസത്തിന്റെ ഹയർ ലെവലാണ് ഉറപ്പ്. വിശ്വാസത്തിന്റെ ഹയർ ലെവലാണ് വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്. അതിന്റെ അർത്ഥം എന്നിലൂടെ ഇത് നടക്കും, എനിക്ക് ഉറപ്പാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യത്തില്ല? കർത്താവിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയത്തില്ല. എന്റെ അകത്ത് ഉറപ്പ് വ്യാപരിക്കാൻ തുടങ്ങും. ഈ ഉറപ്പ് വ്യാപരിക്കുമ്പോഴാണ് കൺഫേം ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ലോകത്തിൽ ഇത്രയും വലിയ ദൈവത്തെ കണ്ടുമുട്ടിയ ജനം വേറെ ഇല്ല. ഇതുപോലൊരു പാട്ട് പാടുന്നത്, ഇതേപോലൊരു ജാതി വേറെ ഇല്ല എന്നൊരു പാട്ടുണ്ടല്ലേ?
പക്ഷെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ യഹോവയെ ആരാധിക്കുന്ന യഹൂദനൊഴികെ ബാക്കി എല്ലാ ജനവും ലോകത്തിൽ തഴയപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ നോക്കിയേ, നോബൽ പ്രൈസ് കിട്ടിയ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ നോക്കിയാൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ യഹൂദന്മാരുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ കണ്ടുപിടുത്തങ്ങൾ പല ആൾക്കാർ, ക്രിസ്ത്യാനി മാത്രമല്ല പല ആളുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ സംഭാവന ലോകത്തിൽ കൊടുത്തത് യഹൂദരാണ്. നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ അവരുടെ പേരുകളുണ്ട്, പലതിന്റെ മുമ്പിൽ അവരുണ്ട്. എങ്ങനെ ഇവർക്ക് കഴിയും? നമ്മൾ പറഞ്ഞത് അവർ ബുദ്ധിയുള്ള ജനമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അവർക്ക് ഇത് ഓപ്പറേറ്റ് ആകുന്നത്. നോക്കി, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കുക. യേശു പറഞ്ഞ വാക്കാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ എന്ത് കേൾക്കുന്നോ അത് നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറും. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയിൽ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞു. നോക്കിയോണേ, ഇനി നേരെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം വായിക്കണ്ട. 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുക. പത്രോസ് യോഹന്നാനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ ഉറ്റു നോക്കി. ബൈബിൾ പറയുന്നു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, യേശുവിന്റെ നാമത്തിൽ കാലൂന്നി എണീക്കാതെ പറഞ്ഞു. അവൻ അവിടെ തന്നെ ഇരുന്നു. ഒന്നും വ്യത്യാസം വന്നില്ല. നോക്കിയാൽ മതി നിങ്ങൾ ബൈബിളിൽ. കാലൂന്നി എണീക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു, അവന്റെ കരത്തെ പിടിച്ച് അവൻ എണീപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. എപ്പോഴാണ് ഉറച്ചത്? പിടിച്ചെണീപ്പിച്ച്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മുടന്തനെ കൊണ്ടുവന്നോട് ഇരുത്തിയാൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് പിടിച്ചെണീപ്പിക്കാൻ? നമുക്കുണ്ടോ ധൈര്യം? എനിക്ക് ഉറപ്പാ ബ്രദറെ, അവൻ എണീറ്റ് നടക്കും. എന്നാ ഒന്ന് എണീപ്പിച്ച് പിടിച്ച് നടത്തിക്കേ. നമുക്ക് ധൈര്യം വരുന്നില്ലല്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഉറപ്പ്. ഇതേ കാര്യം തന്നെ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ തടസ്സം എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് പലപ്പോഴും വിശ്വാസമുണ്ട്, ഉറപ്പില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കുമെന്ന് എത്രയൊക്കെ വിശ്വാസമുണ്ട്? വിശ്വാസം ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കും. 100% ഉറപ്പുണ്ടെങ്കിൽ കൈ പൊക്കും. ചുമ്മാ കൈ വെക്കല്ലേ, മനസ്സിൽ ചോദിക്കും, മനസ്സിനോട് ചോദിക്കും, ഉറപ്പുണ്ടെന്ന് ചോദിക്കും. ഈ ഉറപ്പിലോട്ട് കയറി വന്നില്ലെങ്കിൽ ഇവിടെയാണ് പരീക്ഷ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സ്ഥലമാണ്. യേശു പറഞ്ഞില്ലേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ജഡമോ ഒരുക്കമുള്ളത്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡം. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രശ്നമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വിശ്വാസം എങ്ങനെ വന്നു അതേ വഴി തന്നെ ഉറപ്പും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ദിവസവും പറയുക, എന്നിലൂടെ മരിച്ചവൻ ഉയർക്കും, എന്നിലൂടെ മരിച്ചവൻ ഉയർക്കും. ഇത് ദിവസവും പറയുമെന്നിരിക്കട്ടെ, ദിവസവും പറയുക. ഇത് ദിവസവും പറയുമ്പോൾ ബെന്യാമിന്റെ കാതിൽ അത് മുഴങ്ങും. ഇത് മുഴങ്ങിയാൽ കേൾക്കുന്നത് എന്നിൽ വിശ്വാസമായി മാറും. ഇത് ദിവസവും പറയും തോറും വിശ്വാസത്തിന്റെ അടുത്ത ലെവല് ഉറപ്പാ, വിശ്വാസത്തിന്റെ ഹയർ ലെവല് ഉറപ്പാ. ഇനി നോക്കിയേ, ഉറപ്പ് കഴിഞ്ഞിട്ട് വാക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും അടുത്തെന്തുവാ? ഉറപ്പ് വന്ന കാണാത്ത കാര്യങ്ങളുടെ കണ്ടോ. അപ്പൊ വിശ്വാസം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഉറപ്പ് കഴിയുമ്പോൾ അടുത്ത വാക്യം പറഞ്ഞു, ഉറപ്പ് വന്നാൽ കാണാത്ത കാര്യങ്ങൾ കിട്ടും എന്ന നിശ്ചയം എന്റെ അത് വ്യാപരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ചോദ്യം, എങ്ങനെയാ വിശ്വാസം വന്നത്? കേൾവിയാൽ. അങ്ങനെയെങ്കിൽ എങ്ങനെയാ ഉറപ്പ് വരുന്നത്? കേൾവിയാൽ. എങ്ങനെയാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വരുന്നത്? കേൾവിയാൽ. ഞാൻ കഴിഞ്ഞ ദിവസം സൂമിന്റെ അകത്ത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഞാനും പലപ്പോഴും ചോദിച്ചതാണ്. അപ്പൊ ആ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പലരും പറയും, ബ്രദറെ, ഈ കൂട്ടായ്മ വന്നു കഴിയുമ്പോ എന്തോ ഒരു പ്രത്യേകത. അപ്പൊ എല്ലാരും ഈ ചോദ്യം ചോദിക്കും. അപ്പൊ ഞാനും ചോദിച്ചു, കർത്താവ് എന്ത് പ്രത്യേകത? സത്യവേദ പുസ്തകം തന്നെയല്ലേ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. വേറൊരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് എന്നേക്കാൾ ശ്രേഷ്ഠന്മാരെടുത്ത് പോയ പല ആൾക്കാരുമാണ് വന്ന് പറഞ്ഞത് അവിടെ ഇല്ലാത്തൊരു പ്രത്യേകത. അപ്പൊ ഞാൻ ആദ്യം തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കുന്നു. പക്ഷെ പല ആൾക്കാരും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലകളിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷവും ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന വ്യത്യാസമാണ് മെയിൻ പോയിന്റ്. അപ്പൊ ഇന്നലകളിൽ ഉണ്ടായത് എന്തുവായിരുന്നു? അവരോട് ഞാൻ പോകാത്ത സ്ഥലമില്ല, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന കൂട്ടായ്മയില്ല, ഞാൻ പങ്കെടുക്കാത്ത കൺവെൻഷൻ ഇല്ല, എന്റെ തലയിൽ കൈവെക്കാത്ത ദൈവദാസന്മാരില്ല, എന്റെ ഫോണിന്റെ അകത്ത് ഇല്ലാത്ത നമ്പറില്ല. അപ്പൊ എന്താ ഇവിടെ വന്നപ്പോ വ്യത്യാസം വന്നത്? അവരൊറ്റ വാക്കി പറഞ്ഞു, ഇന്നലകളിൽ അവർ കേട്ടോണ്ടിരുന്നു, ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്തു? ഏറ്റവും മുമ്പിൽ പോയിരുന്നോണ്ട് കൈയടിച്ച് ഭയങ്കര പ്രസംഗം കേട്ടോണ്ടിരുന്നു, നാളെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അവർ പറയാൻ തുടങ്ങി. അവര് തന്നെ പറയാൻ തുടങ്ങി. എന്നെ പറയാൻ തുടങ്ങിയെന്ന് അറിയാവോ?
ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോകുകയാണ്. ഇത് ദിവസവും ആദ്യം പറയുമ്പോൾ ടെൻഷൻ ഒന്നും മാറുന്നില്ല. ഭയമുണ്ട്, ടെൻഷനുണ്ട്, ആദ്യമുണ്ട്. ദിവസവും പറഞ്ഞ് ഇവരിത് കേൾക്കാൻ തുടങ്ങി. റോമർക്കെതിരെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ട് ആരും പറയാതെ എങ്ങനെ കേൾക്കും? അപ്പൊ ആരും പറയാതെ എന്ത് ചെയ്യത്തില്ല. ഇപ്പൊ ബെന്യാമീനെടുക്കുന്നത് ഞാൻ പറയുക, എല്ലാ ദിവസവും പറയാം, സഹോദര, യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റും, അബ്രഹാമിനെ പോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഞായറാഴ്ച ഞാൻ വന്ന് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത വർഷമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാവോ? കേട്ടത് എന്ത് ചെയ്യുന്നില്ല, വിശ്വാസമായി മാറുന്നില്ല. അതിന്റെ കാരണം അറിയാവോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഈ ലോകത്തിന്റെ ചിന്തകളാൽ നമ്മൾ ഞെരുക്കിക്കൊണ്ടിരിക്കും. അബ്രഹാം കേട്ടു, അബ്രഹാമിന്റെ അനുഗ്രഹം എന്റെ മേലുണ്ട്, ആട് മാട് പൊന്നു വെള്ളി ഈ വകയിൽ ഞാൻ സമ്പന്നനാവും, എനിക്ക് തലമുറകളെ കിട്ടും, ഞാൻ അബ്രഹാമിൽ നിന്നും അബ്രഹാമായി മാറും. ഇത് കേട്ടത് 2017 പിന്നെ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ? 2020. ഇതിന്റെ ഇടയിൽ ഈ ലോകത്തിന്റെ ചിന്തകളെല്ലാം കയറി നിറഞ്ഞു. നടക്കത്തില്ലെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ബാങ്കിലെ കടങ്ങളും ഓരോരോ പ്രശ്നങ്ങളെല്ലാം എന്റെ മനസ്സിൽ കയറിയിട്ട് ഞാൻ പയ്യെ പറയാൻ തുടങ്ങി, ഓ സാത്താൻ എന്നെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഞെരുക്കുക. എത്രാമത്തെ വാക്യം? ഉൽപ്പത്തി പുസ്തകം 4:8. അങ്ങനെ വാക്കിലില്ല. നമ്മൾ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് യേശു പറഞ്ഞില്ലേ, കേൾക്കുന്നതാണ് നിങ്ങളുടെ അകത്ത് വിശ്വാസമായിട്ട്. എനിക്കറിയാവുന്ന ഒരു ആന്റിയോട് വാ തുറന്നാൽ പുള്ളിക്കാരി പറയും, എന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന്, ഇപ്പോഴല്ല 2016 കണ്ടു, കുറെ കാലം കൂടി കണ്ടതാ. ഞാൻ ചോദിച്ച ആന്റി എന്നോണ്ട് വിശേഷം? ഓ എന്നെ ചെയ്യാനാ, സന്തോഷമാണ്. കുറെ കാലം കണ്ടിട്ട്, ഓ പിശാച് എന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുന്നില്ല. എനിക്ക് പിന്നെ മനസ്സിലായി, പിന്നെ അവിടെ നിന്നാൽ ആന്റി വലിയൊരു പ്രസംഗം ആ കല്യാണ വീട്ടിൽ എന്ത് ചെയ്യും, സാധാരണ പറ്റി പ്രസംഗിക്കും. അത് ശീലിച്ചു പോയവര്. അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ആഴ്ചയിൽ പ്രാർത്ഥനയുണ്ട്. പല ആൾക്കാരും പലയിടത്തുനിന്ന് വരുന്ന പ്രാർത്ഥന. അപ്പൊ ഇത് കേൾക്കുന്ന വഴി എന്തുവാ എന്നോട് പറഞ്ഞു, എന്റെ ബ്രദറെ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു വലിയ ബട്ടർഫ്ലൈ എന്റെ വീടിന്റെ മുമ്പിൽ അയേ വന്നിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സാധനം ഇവിടുന്ന് അയച്ചതാ. രണ്ടാം ദിവസം ഒരു പാമ്പ് എന്റെ അയയിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകി ഇങ്ങനെ എന്ത് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അവിടുന്ന് വന്ന ശക്തിയാണ്. മൂന്നാം ദിവസം പ്രത്യേകതരം ഒരു ജീവി എന്റെ ടോയ്ലറ്റിൽ കിടക്കുന്നു, ഞങ്ങൾ ഇത് തല്ലിക്കൊന്നു. അപ്പൊ മനസ്സിലാക്കി ഇത് ഇവിടുന്ന് വന്നതാണ്. ഇങ്ങനെ അവർ ജീവിക്കുക. നോക്കിക്ക്, ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക് പറ, ഒരനർത്ഥവും എനിക്ക് വരുന്നില്ല. അതല്ല അവര് കേൾക്കുന്ന മുഴുവൻ ഡെയിലി. ഇതാ കുഴപ്പം. അതെന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തെ കീറി അത് കാർന്നെടുക്കും. വിശ്വാസം എന്റെ അകത്ത് ഉറപ്പാവും. ഞാൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ സംശയം വരത്തില്ല. സംശയം വരാതെ എന്റെ അകത്ത് ഉറപ്പിനെ കയറ്റാൻ വേണ്ടി തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, രാവും പകലും എന്റെ വചനത്തെ ധ്യാനിക്കണം. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ഉറപ്പും ധൈര്യവും ഉള്ളവനായി തീരും. ഞാൻ പറയുന്നതല്ല, യോശുവയുടെ പുസ്തകം പറയുന്നതാ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാകും. അപ്പൊ നിനക്കിപ്പോ എന്തില്ല? ഉറപ്പുമില്ല, ധൈര്യമില്ല, പക്ഷെ നീ ഇങ്ങനെയാകും. എന്തിനാണ്? രാവും പകലും. നീ ശത്രുവിനെ പറ്റി അല്ല പറയേണ്ടത്, യഹോവയുടെ വചനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അത്ഭുതം കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത്ഭുതങ്ങളുടെ വലിയ കലവറകൾ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കൂടി ഒരു പ്രാർത്ഥനയൊക്കെ പോകുമ്പോൾ 24 മണിക്കൂർ ഡേ നൈറ്റ് ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ആളാ പിശാച്. 24 മണിക്കൂറും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തിലേക്ക് ഈ ലോകത്തിന്റെ ചിന്തകളെ കൊണ്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊണ്ട് 10 വർഷം ഉള്ളവർക്ക് എന്ത് കൊള്ളത്തുള്ളൂ, PR കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞ നിയമം ആയിട്ട് പോലും ഇല്ല. സജഷനുകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു, അതിന്റെ നിയമ നടപടിയിലേക്ക് വരുന്നില്ല. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും അവർക്ക് ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ല. ആളുകൾ പറയാൻ തുടങ്ങി, നമ്മുടെ കാര്യം കട്ടപ്പോകയോ, നമ്മുടെ കാര്യം കട്ടപ്പോകയോ. നമ്മൾ ഉറപ്പിച്ച് പറയണം, ദൈവം നിർത്തിയത് കൊണ്ട് ഞാൻ നിൽക്കും. നീ ഏത് നിയമം മാറിയാലും, എന്നാ പ്രതികൂലം വന്നാലും എനിക്ക് ഒരു അനർത്ഥവും വരികയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിനും എന്നെ അടുക്കത്തില്ല. നിയമം എന്തോ ആയിക്കോട്ടെ, നിയമം എന്തോ ആയിക്കോട്ടെ. എനിക്ക് എത്രയോ പേരുടെ ടെസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. നിയമങ്ങളെ ദൈവം മാറ്റി എഴുതിയത് എത്രയോ പേരുടെ ടെസ്റ്റ്. നിയമങ്ങൾ മാറ്റി എഴുതിയ അസാധാരണമായ ടെസ്റ്റ് മണികൾ. കള്ളസാക്ഷ്യം പറയാൻ വേണ്ടി കൊണ്ടുവന്ന് കോടതിക്കകത്ത്, കോട്ടയം കോടതിക്കകത്ത് വക്കീല് പറഞ്ഞു, ഞാൻ കൈവിട്ട് മോനെ നീ പെട്ടു എന്ന് പറഞ്ഞ കേസില് ഒരു വക്കീലും ഇല്ലാതെ കോടതി കയറി നിന്ന് കള്ളസാക്ഷ്യം പറയാൻ വന്നവന്റെ വായ അടച്ച സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവനെ നോക്കിയിട്ട് ജഡ്ജി പറയും, നീ എന്തിനാണ് നിൽക്കുന്നത്, നീ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. സകല പ്രതികൂലങ്ങളുടെ നടുവിൽ തെളിവുകൾ മുഴുവൻ ഇവനെതിരായിട്ട് പോലും ജഡ്ജി പറഞ്ഞു, നീ പൊക്കോളാൻ.
ഒരു സ്വോത്രം പറഞ്ഞാൽ. അപ്പൊ നിയമം കാണിച്ചെന്ന് പറ, നിയമം കാണിച്ച് എന്നെ പേടിപ്പിക്കുമെന്ന് വേണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനമുണ്ട്. ഇതുകൊണ്ടാണ് ലോകത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് ദൈവം നിർമ്മിച്ച ലോകത്തിലാണ്. എന്ന് കൂടെ പറഞ്ഞു, ദൈവം നിർമ്മിച്ച ലോകത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ വചനമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ധൈര്യമില്ല. അടുത്തൊരു വാർത്ത പിന്നെയും വരും. ഇത് കേൾക്കുമ്പോൾ എന്റെ വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഉറപ്പില്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് ഉറപ്പുണ്ടാകുന്നത്. ആമേൻ. ഞാൻ ചിന്തിച്ചില്ലേ, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 3-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹ പറഞ്ഞു, ആൾക്കാരെല്ലാം ഉണ്ട്. 9 മണി നേരം എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് പള്ളി, നമ്മളാണെങ്കിൽ 9 എന്ന് പറഞ്ഞാൽ 10, 11, 12, 1 മണിയാകുമ്പോഴാണ്. യഹൂദൻ ഭയങ്കര ഷാർപ്പാണ്. നിങ്ങൾക്കറിയാം, ഇരുപത്താറ് പത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ മീറ്റിങ്ങിന് വേണ്ടി ആ ഹോള് അന്വേഷിച്ച് HTC പോയപ്പോഴേക്കും അയാള് 2 മണി അല്ലേ, 2 മണി ടൈം പറഞ്ഞു. ഞങ്ങളൊരു ഏകദേശം ഒരു 1:59 ആയപ്പോഴേക്കും പുള്ളി അവിടെ കറക്റ്റ് നിൽപ്പുണ്ട്, വാച്ച് നോക്കിക്കൊണ്ട്. 2 മിനിറ്റ് കൂടെ ഉണ്ട്. പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിന്റെ വാൽക്ക് നിൽക്കുക. അപ്പൊ ഇവരിങ്ങനെയാണെങ്കിൽ യഹൂദൻ അതിനേക്കാളും കഷ്ടമാണ്. ഷാർപ്പ് ടൈമാണ്. അപ്പൊ 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിൽ പോകുമ്പോഴേക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന വലിയ കൂട്ടം അവിടെയുണ്ട്. അതുകൊണ്ടാണ് പിച്ചക്കാരൻ വന്ന് എന്ത് ചെയ്യുക, യാചകൻ വന്ന് ചോദിക്കുക, വല്ലതും ഉണ്ടോ? അവരെല്ലാം കേൾക്കെ പത്രോസ് പറയുകയാണ്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇവരെ വിടിവിക്കണേ. നല്ല ഉറക്കെ പറഞ്ഞത്. നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? കാലൂന്നി. നമ്മളാണ് എന്നെ പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമായാലും എന്താ പറയും? ദൈവം നിനക്ക് വേണ്ടി വിടുതൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ജനം മുഴുവൻ നിൽക്കുമെന്ന് ഓർത്തോണം. പത്രോസിനെയോ പറഞ്ഞു പൊന്നുമില്ല. ഈ പത്രോസിനെ യേശു പറഞ്ഞത് അവിശ്വാസവും കോട്ടമുള്ള തലമുറ എന്നെ വിട്ട് ഓടാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അകത്ത് ഉറപ്പ് കയറിയിരിക്കുകയാണ്. ഈ ഉറപ്പിന്റെ അകത്തുകൊണ്ട് പറയുകയാണ്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എണീക്കാൻ പറഞ്ഞു. അവൻ എണീറ്റില്ല. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്കൊന്ന് സംശയം തീർത്തേക്കാം. ആ വാക്യം അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ വിട്ടു നോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിട്ട് അവൻ നടന്നോ? നടക്കാൻ പറഞ്ഞിട്ട് നടന്നില്ല. അവൻ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞിട്ട് നടന്നില്ല. പക്ഷെ പത്രോസിന്റെ അകത്ത് ഉറപ്പിനെ അവിടെ ഉപയോഗിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം. പത്രോസിനെ പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞു, അവൻ നടക്കുന്നില്ല. ഉടനെ എന്ത് ചെയ്തു? അവൻ രണ്ടും കൂടെ, നടക്കാൻ വയ്യാത്തവനെ, കാലിന് ബലമില്ലാത്തവനെ 2 കൈക്കും പിടിച്ച് അവനെ എണീപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എപ്പോഴാ അപ്പൊ ഉറച്ചത്? എണീപ്പിച്ചപ്പോൾ. ഉറപ്പുള്ളവൻ തൊട്ടപ്പോൾ നരിയാണി ഉറച്ചു. ഇതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. പത്രോസിലേക്ക് വിശ്വാസമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പത്രോസിലേക്ക് നമ്മളെക്കാൾ ഉറപ്പ് കൂടുതലാണ്. ആ ഉറപ്പിന്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ അവിടെ റിലീസ് ചെയ്യുക. നോക്കി, അപ്പൊ ഉറപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഡുനാമീസിനെ റിലീസ് ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? പേടിക്കണ്ട. എനിക്ക് ബ്രദറെ കാര്യമൊക്കെ ശരിയാ, കേൾക്കുമ്പോൾ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങോട്ട് പുറത്തിറങ്ങുമ്പോ എന്റെ മൊത്തം ധൈര്യവും പോവാ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ വേറെ ഒന്നും വർത്താനം പറയാൻ വേണ്ടി പോകണ്ട. ആ വിശ്വാസം എവിടുന്ന് കിട്ടിയോ അത് തന്നെയും പിന്നെയും പറയുക. എപ്പോഴാണോ എന്റെ അകത്ത് ഉറപ്പുണ്ടാകുന്നത്, എപ്പോഴാണോ എന്റെ അകത്ത് ഉറപ്പുണ്ടാകുന്നത് അതുവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബെന്നിബദറെ ആ കാര്യം നടക്കുവോ? എപ്പോഴാണ് ബെന്നിബദർ പറഞ്ഞത് എനിക്ക് എന്നാ നിൽക്കുന്നില്ല, പക്ഷെ ഉറപ്പായിട്ട് അത് നടക്കും എന്ന് എപ്പോഴാണോ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, ആ സെക്കൻഡ് മുതൽ കാണാത്ത കാര്യങ്ങൾ റെഡി ആകാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും പറഞ്ഞില്ല, ഏതെങ്കിലും പറയും കൊച്ചിന്റെ കല്യാണം എങ്ങനെയാ? വിശ്വാസത്താൽ നടക്കും. വിശ്വാസമുണ്ട്, ബാക്കി എല്ലാം ദൈവം എന്ത് ചെയ്തോളൂ. ഇങ്ങനെ പറയണം, കർത്താവ് അത് നടത്തും. ഇത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനത്തെ കൂടുതൽ കാര്യം ദൈവം സൃഷ്ടിച്ചത് വചനത്താലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സൃഷ്ടിപ്പുകൾ നടക്കും. നമ്മളിലും സൃഷ്ടിപ്പുകൾ നടക്കും. നമ്മളിലും കാണാത്ത കാര്യങ്ങൾ നടക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തോണ്ടേ ഇരിക്കണം? വല്ല മുടക്കുണ്ട്.
മുടക്കുണ്ടോ? നമുക്ക് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതിന്റെ ബൈബിളിൽ ഇങ്ങനെ കാണേണ്ടത്. ഈ വചനം ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നിൽ നടക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറയുന്ന കാര്യങ്ങൾ എന്റെ അകത്ത് നടക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ അകത്ത് ഉറപ്പിലേക്ക് വരികയും ഈ ഉറപ്പിൽ നിന്നുമാണ് കാണാത്ത കാര്യങ്ങൾ. നിങ്ങൾ നോക്കിയേ, വിശ്വാസം എന്നത് കാണാത്ത കാര്യത്തിന് നിശ്ചയം എന്തുകൊണ്ടാണ് പറയാനത്? ഈസി അല്ലായിരുന്നു, 2 ഷോർട്ട് വാക്കിൽ അത് തീർക്കായിരുന്നു. വിശ്വാസം എന്നത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. പകരം എങ്ങനെ എഴുതി? വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഈ ഉറപ്പാണ് പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് പഴയ നിയമം അതൊരു വാക്യം കാണാൻ പറ്റുന്നുണ്ട്, ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആകണം. അപ്പൊ നിങ്ങൾ എന്തിരിക്കും, അത് ഈസി അല്ല. ഉറപ്പുള്ളവനാകുക എന്നുള്ളത് ഈസി അല്ല. ഉറപ്പ് ദൈവം തരുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഉറപ്പ്. ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുക, ഇവിടുത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്റെ ഹേസ്റ്റിങ്സിൽ പോയ സമയത്ത് അവിടെ ഹേസ്റ്റിങ്സിൽ അവരാ ഫുള്ള് ബാപ്റ്റിസംകാരുടെ ഫുള്ള് ചർച്ച് വിട്ടു തന്നു. നേരത്തെ ഞങ്ങൾക്ക് താഴെയായിരുന്നു, അവരത് എന്ത് ചെയ്തു, മുകളിലത്തെ ബോർഡ് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, എല്ലാ സെറ്റപ്പുകളുള്ള, എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവ് ആത്മാക്കളെ നിറയ്ക്കാൻ വേണ്ടി പോവാ. അപ്പം നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് നമ്മൾ മറന്നുപോയെങ്കിലും ആൾക്കാർ കയറുമ്പോ ഇട വേണമല്ലോ. അപ്പൊ ദൈവം എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞതിനെ വിശാലമാക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ നിരന്തരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെന്തായി തീരും? നിരന്തരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. ഞാൻ പറഞ്ഞല്ലോ, ദൈവം വചനത്താലാണ് ലോകത്തെ എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതെന്തുകൊണ്ടാണ് വാക്കോടെ എഴുതിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വലിയൊരു ആപ്പിൾ മരം, മുമ്പിൽ ഇപ്പൊ നിങ്ങളോട് ഒരു ആപ്പിൾ മരം കാണാൻ പറ്റത്തില്ലേ? അത് എത്ര വർഷം എടുക്കും വളരാൻ വേണ്ടി? ഒന്ന് പറ. എത്ര വർഷം എടുക്കും ആപ്പിൾ മരം വളരാൻ? എത്ര വർഷം എടുക്കും? ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, എത്ര വർഷം എടുക്കുമായിരിക്കും ഏകദേശം? വളർന്നു ഒരു ആപ്പിൾ ട്രീ ആയിട്ട് മാറാൻ, ഒരു ആപ്പിൾ കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു 3 years കൊണ്ട്, അല്ലെ 3 വർഷം വേണ്ടി വരും, അല്ലെ? ഉറപ്പാണ് 3 വർഷമാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്താൽ പോലും ദൈവം പറഞ്ഞു ഉണ്ടാവട്ടെ. എത്ര സമയം എടുത്തു? 4 വർഷം എടുക്കും. ഇത് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് പഴയ നിയമത്തിൽ കൃപാസനത്തിന്റെ അകത്ത് അഹരോന്റെ ഒരു തടുത്ത വടി അതിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് അത് സ്ഥലം എനിക്ക് വന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഇന്നും അത് ദൈവത്താൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. യെരൂശലേം ദേവാലയം എന്നാണോ യഹൂദൻ പണിയാൻ വേണ്ടി തുടങ്ങുന്നത്, അന്ന് ഈ കൃപാസനത്തിന്റെ പെട്ടകം വീണ്ടും പുറത്തെടുക്കുമെന്നാണ് പറയുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ അകത്ത് മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് പൂർത്ത് കായ്ച്ച ബദാമിന്റെ തടിയിരിക്കുന്നുണ്ട്, മരവിരിക്കുന്നുണ്ട്. ഇത് അവിടെ വെച്ചിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് സൃഷ്ടിക്കുവാൻ കഴിയും. ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അത് പൂക്കുവാനും കായ്ക്കുവാനും ഫലം കൊടുക്കുവാനും കഴിയുമെന്നുള്ളത് തെളിവാണ് കൃപാസനത്തിന്റെ അകത്തിരിക്കുന്ന അവരോന്റെ തളുത്ത വടി. ഇത് ഇന്നും ലോകത്തിൽ വെച്ചതിന്റെ കാരണം വരാൻ പോകുന്ന തലമുറ അറിയണം, ദൈവത്തിന് എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റും. അത് നമ്മളോട് ഒരു ആലോചന പറയുകയാണ്, ഇതേ ഉറപ്പാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ഈ ഉറപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഇത് മനസ്സിലായ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. നോക്കിക്കേ, അവർക്ക് മനസ്സിലായി ഇതിന്റെ അകത്തൊരു സീക്രട്ട് ഉണ്ട്. ഇത് വർദ്ധിക്കും തോറും ഉറപ്പ് വർദ്ധിക്കും. യേശു പറഞ്ഞ വാക്ക് എന്താണ്? അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ. എന്താ കോട്ടം? എന്താ കോട്ടം? നിങ്ങൾക്ക് കോട്ടമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തെ കവിയുന്ന അവിശ്വാസമുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ നടക്കുമെന്ന് ഉറപ്പില്ല. നിങ്ങൾ നോക്കി, യേശു ക്രിസ്തു പലപ്പോഴും അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി രോഗമായിട്ടോ ഏതെങ്കിലും പ്രശ്നമായിട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരെന്ന് അറിയാം, ഉടനെ ഏതെങ്കിലും ഒരു ബ്രദറിന്റെ നമ്പർ തരാം, ഞാൻ കോൺടാക്ട് ചെയ്യാം. നമ്മൾ പൊതുവെ അല്ലേ, ഞാൻ ഇന്ന ദൈവദാസൻ നമ്പർ തരാം, വിളിച്ച് പ്രാർത്ഥിക്ക്. അവിടെ അല്പം ഞാൻ കർത്താവിനെ നേരിട്ട് അവരെ കണക്ട് ചെയ്താൽ പോലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ ബ്രദറിന്റെ അടുത്ത് ഒരാൾ വരുമോ, കൂടെ ജോലി ചെയ്ത ഒരാൾ പറയാ, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, വല്ലാത്ത മാനസികാവസ്ഥയില്ല. അപ്പൊ നമ്മുടെ സ്വഭാവം എനിക്കൊരു ബ്രദർ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്യാം, അല്ലേ? അപ്പൊ ചോദ്യം, എന്തുകൊണ്ട് ദൈവത്തിന് ആ ബ്രദറിനെ നേരിട്ട് കണക്ട് ചെയ്തുകൂടാ?
നിങ്ങളുടെ അടുക്കിലേക്ക് എന്തുകൊണ്ട് അയച്ചു? ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ 5 അപ്പത്തിന് മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളിൽ 5 അപ്പവും 2 മീനും ഉള്ളൂ. ഇതുകൊണ്ടാണ് പലപ്പോഴും യേശു തന്റെ ശിഷ്യന്മാരെ അവിശ്വാസമുള്ളവരെന്ന് വിളിക്കാൻ കാരണം. ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന അധികാരത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും. ഇതാണ് ഡുനാമിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്ന നിമിഷം തന്നെ അളവറ്റൊരു ശക്തി ഇങ്ങനെ ചലിക്കുക. നമ്മൾ ഈ വെള്ളം തിളപ്പി കണ്ടിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വെട്ടി തിളയ്ക്കുന്നത് പോലെ ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത് റിലീസ് ആകണമെങ്കിൽ നിങ്ങളുടെ ഉറപ്പ് ആവശ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ പലരും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ അകത്തോട്ട് ഇന്ന് ഈ ഉറപ്പ് വർദ്ധിക്കാൻ വേണ്ടി പോകണം. എത്ര പേര് വിശ്വസിക്കുന്ന കർത്താവ് എന്റെ അകത്ത് ഉറപ്പാണ് ഇല്ലാത്തത്? ഞാൻ പറഞ്ഞില്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പ് തന്നെയാണ്. അത് 100% വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ബ്രദറെ, എനിക്ക് വിശ്വാസം ഉണ്ട്, ഞാൻ പാനിക് ആകുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെ ശക്തിപ്പെടാനില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് പിന്നെയും 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 പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്, എന്റെ ഉള്ളത്തിൽ പണ്ടൊരു ബ്രദർ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അദ്ദേഹം വലിയ പ്രതികൂലത്തിന്റെ അകത്ത് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്റെ അകത്ത് എനിക്ക് ഇപ്പൊ അറിയത്തില്ല, ഇന്നലെ വരെ എനിക്ക് ഭയങ്കര വിറയിലും ടെൻഷനുമായിരുന്നു. എപ്പോഴും വിളിക്കുമായിരുന്നു, എപ്പോഴും വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ എന്നോട് പറയാം, എനിക്ക് ബ്രദറിനെ വിളിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ ഓർത്തിന് പിന്മാറ്റത്തിൽ വല്ലതും പോവാണോ? പുള്ളി പറയും, ബ്രദറെ, ഇപ്പൊ പ്രശ്നം മാറിയിട്ടില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഒരു 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 ഉറപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ മനസ്സ് പറയും നടക്കാൻ വേണ്ടി പോയെന്തോ. അപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ആ ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്കറിയത്തില്ല, എന്റെ ഉള്ളിൽ ഇപ്പൊ എവിടുന്ന് ഒരു ഉറപ്പ്, ആ ഉറപ്പ് പോലെ തന്നെ നടന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഉള്ളത്തിൽ വചനത്തിന് സൃഷ്ടിക്കുവാൻ ഒരു ശക്തി ഇപ്പോൾ, ഡുനാമിസ്. അതുകൊണ്ടാണ് ബൈബിള് പിശാചിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയുടെ വിചാരം ഇത് കൂടെ കത്തിച്ചു കളഞ്ഞാൽ ഇതങ്ങ് തീരുവെന്ന. ഉറപ്പുള്ളവന്റെ കൈ കിട്ടിയാൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. അതായത് സാത്താൻ എന്നെ ഇത് ഉപയോഗിച്ചാൽ അവന് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? കാര്യം ഈ വചനം പറയാം, എന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ തോൽപ്പിക്കും. പിശാച് ഈ വാക്യം പറഞ്ഞാൽ സംഭവിക്കുമോ? അത് അവന്റെ അകത്ത് ഡുനാമിസ് ഇല്ല. ഇതിന് ജീവൻ കൊടുക്കുന്ന ശക്തി ഉള്ളവൻ പറയുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യേശു എടുത്തു പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതാരാണോ ഈ വചനത്തിന് ജീവൻ കൊടുക്കുവാൻ റെഡിയായിരിക്കുന്നത്. ഡുനാമിസ്, ദൈവശക്തിയുമായിട്ട്. ഒരു വാക്യം ഞാൻ എടുത്തില്ല, അത് പിന്നീട് എടുക്കാം. ഒരു വാക്യം ഉണ്ട്, അത് വേറെ സങ്കീർത്തനത്തിലെ ഒരു വാക്യം. അത് അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ വാക്യം ധ്യാനിക്കുമ്പോൾ പറയാം. നമുക്ക് ഒരു നിമിഷം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്ന് പ്രൊക്ലെയിം ചെയ്യാം. കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്റെ അകത്ത് നടക്കണം. ഞാൻ ഉൾപ്പെടെ പറയുക കേട്ടോ, എനിക്ക് വിശ്വാസത്തെക്കാൾ കൂടുതൽ സംശയങ്ങൾ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വൈഫിനോട് എനിക്ക് പറയുമായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്റെ അകത്തോട്ട് പിന്നെ സംശയമാണ്. നമ്മൾ അതിനെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സംശയം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ പിടിച്ചെടുക്കാൻ വരുന്നത് ആ സംശയം. എനിക്ക് വേണ്ടത് ഉറപ്പാണ്. നടക്കും. ഈ ഉറപ്പ് ചലിക്കുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ അകത്തോട്ട് പറയുന്നത് നടക്കാൻ വേണ്ടി പോവാ. അവിടെ എനിക്ക് കരച്ചിൽ വരത്തില്ല, ടെൻഷൻ വരത്തില്ല, ഭാരം ഇതൊക്കെ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറവാന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യുക, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം എന്റെ ഭക്ഷണമായി മാറണം. വചനം എനിക്ക് ഭക്ഷണമായി മാറണം. അനുദിനം ഇത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഭക്ഷിക്കും തോറും എന്റെ ശരീരത്തിൽ ഉറപ്പായി മാറിക്കൊണ്ടേയിരിക്കും. ഇതെന്റെ ഉള്ളത്തിൽ ഉറപ്പായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനിത് എന്റെ ഒരു ടെസ്റ്റിമണി പറഞ്ഞിട്ട്, ഞാൻ എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇവിടെ പോകുന്ന സമയത്ത് പലപ്പോഴും എന്റെ ഉള്ളത്തിൽ എനിക്ക് ഒത്തിരി പരാജയം ആ വിഷയത്തിന്റെ അകത്തുണ്ടായി. എനിക്ക് വന്ന് നീണ്ട 7 തവണ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തു. 7 തവണ. ഒന്ന് ആലോചിച്ചു നോക്കി. എന്റെ കൂടെ വന്ന ഒരാൾ ആദ്യം പറഞ്ഞു, നിന്റെ ജാതകം ഒന്ന് നോക്കുക. പുള്ളി ഞാൻ വിശ്വാസിയാണ്, പ്രാർത്ഥിക്കുന്നൊന്നും കഴിയത്തില്ല. ഇത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, കണ്ടകശിനിയാണെന്ന് സംശയമുണ്ട്. കാര്യം എന്തുവാ? നിരന്തര പരാജയം. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, കൂടെ വന്ന എല്ലാവരും എന്നെ കൈവിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരത്തില്ല. നിരന്തര പരാജയം. ഞാൻ ഒരു ദിവസം സങ്കടപ്പെട്ടു.
വൈകുന്നേരം സൂം പ്രയർ ഓണാക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്റെ ഉള്ളത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ ചെയ്യും. കാര്യം ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കാര്യം ഇനി എന്ത് പ്രാർത്ഥിക്കാനില്ല. കാര്യം ഡെയിലി പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ആലോചിച്ച് നോക്കി, ഒരു കാര്യത്തിൽ പോയിട്ട് അറിയാവുന്ന ഒരു കാര്യം നീണ്ട 14 വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന പരിചയത്തിന്റെ അകത്ത് നിന്നും നടക്കുന്നില്ല. നിസ്സാര കാര്യത്തിന് പൊക്കോണ്ടിരിക്കുക. ഒരു ദിവസം ഇതെനിക്ക് 3-ാമത്തെ പ്രാവശ്യമാണ്, 4-ാമത്തെ പ്രാവശ്യമോ ഞാൻ തിരിച്ചങ്ങ് പറയാൻ തുടങ്ങി, എന്നെ ശക്തരാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഇത് കിട്ടാതെ മാറത്തില്ല. അടുത്ത പരാജയം വന്ന് ടെൻഷൻ തീർന്നില്ല, പിന്നെ പരാജയം വന്നു. ഇത് നിരന്തരം ഞാൻ പറയാൻ തുടങ്ങി. ഇപ്പോൾ കാർ ഓടിക്കുമ്പോഴെല്ലാം അകത്ത് ഭയം വരുമ്പോഴും ഒക്കെ പറയാൻ തുടങ്ങി. പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത് കൂളായിട്ടാണ്. ഒരു ടെൻഷനും ഇല്ലാതെ പോയി. ഒത്തിരി മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടായി. അവസാനം ജയം, അതായത് പറയാം, നീ ജയിച്ചിരിക്കുന്നു. മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവസാനം എനിക്ക് കാര്യം മനസ്സിലായി. ദൈവം ചില സമയത്ത് നമ്മളെ ഉറപ്പുള്ളവരാക്കാൻ ചില പരീക്ഷ തരും. ദൈവത്തിനാണ് ഈസിയാണ്, പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഉറപ്പുള്ളവരാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ലോകത്തെ പിടിക്കാൻ കഴിയത്തുള്ളൂ. ഇന്നലകളിൽ പത്രോസിനെ കർത്താവ് ഒരു 100 വട്ടം പറഞ്ഞു. എല്ലാവരും കേക്കിയാ വിളിക്കുന്നത്. മനസ്സിലാക്കി, പിശാചിന്റെ മകനെ എന്ത് ചെയ്തു? സാഗരൻ കേക്ക് വിളിച്ചു പത്രോസിന്റെ. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. എല്ലാവരും കേക്ക്, സാത്താന്റെ സന്തതിയെ എന്നെ വിട്ട് പോയെന്ന് എന്ത് ചെയ്തു? പത്രോസ് ലീഹായിട്ട് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, അവിശ്വാസവും ഓട്ടവും ഉള്ള തലമുറ ഓടിപ്പോവാൻ. അപ്പൊ യേശു ക്രിസ്തു എന്തിനാ ഇത് പറയുന്നത്? കാര്യം കർത്താവിന് ഇവരെ ഉറപ്പുള്ളവരായിട്ട് വേണം. അതിനുശേഷം നിങ്ങൾക്ക് പത്രോസിനെ കാണാൻ പറ്റും. അതിനുശേഷമുള്ള പത്രോസ് ലീഹ എന്ന് പറഞ്ഞാൽ ലോകത്തിന് തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ സഭാചരിത്രം പഠിച്ചാൽ മതി. പത്രോസ് ലീഹ എന്ന് പറഞ്ഞാൽ സഭയുടെ തൂണായി ദൈവം മാറ്റിയിരിക്കുക. ഇന്നലകളിൽ ആരായിരുന്നു? അവിശ്വാസമുള്ള വ്യക്തി, സാത്താന്റെ സന്ദേശം വിളിച്ചു. പക്ഷെ ഉള്ളത്തിലോട്ട് ഉറപ്പ് കയറിയപ്പോൾ പിന്നെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി. സഭാചരിത്രത്തിൽ പൗലോസ് പോലും ബഹുമാനത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കേഫ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പേരാ കേഫ. പത്രോസ് സഭയുടെ തൂണെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം തൊട്ടാൽ അവിടെ ചലനം ഉണ്ടായിരിക്കും. അവർ വന്നാൽ മൂപ്പന്മാരെ വിളിച്ച് കൈവച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കും. അവിടെ പത്രോസിനെ കൈവച്ചാൽ പിന്നെ പരിശുദ്ധാത്മാവ് നോ പറയത്തില്ല. മൂപ്പന്മാരെ വരുത്തിച്ച് കൈ അങ്ങോട്ട് വെച്ച്. ഇത് കണ്ട മന്ത്രവാദി പറയുന്നുണ്ട്, കുറച്ച് കാശ് അങ്ങോട്ട് തരാം, ഞാനും കൈ വെക്കുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഇതേപോലെ ചലിക്കണം. പത്രോസ് വന്ന് കൈവച്ചാൽ, ഇന്നലകളിൽ നിങ്ങൾ ഓർത്തോണം, ഒത്തിരി നിന്ന കേട്ടവനാണ്, പക്ഷെ ഇന്ന് ആത്മാവിൽ ഉറപ്പുള്ളവനായി മാറിയിരിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഒരു നിമിഷം എണീറ്റ് അകത്തോട്ട് ഈ ഉറപ്പൊന്ന് വർദ്ധിക്കണം. അവിടെ തിരുമേശയിരിപ്പുണ്ട്. കർത്താവിന്റെ മേശയ്ക്ക് മുമ്പ് ഞാൻ അതിനു ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് നമ്മുടെ അകത്ത് നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വിശ്വാസത്തിന്റെ വചനങ്ങളെ കോട്ടം തട്ടുന്ന എന്തൊക്കെയോ എന്റെ ഉള്ളത്തിൽ നിന്നുണ്ട്. നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുക. കർത്താവേ, എനിക്കത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ആരാ വാശി പറഞ്ഞത്? എനിക്കത് കിട്ടണം കർത്താവേ, അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതല്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ലപ്പാ. പക്ഷെ ഞാൻ പലപ്പോഴും തളർന്നു പോകുകയാണ്, ഞാൻ പലപ്പോഴും വീണ് പോവുകയാണ്, ഞാൻ പലപ്പോഴും കരഞ്ഞ് അവസാനിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. ബൈബിൾ പറയുന്നു, ഹന്ന പിന്നെ കരഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അവളുടെ ഉള്ളത്തിൽ കയറിയ ഒരു ഉറപ്പ് എനിക്ക് വേണപ്പാ. പരാജയങ്ങളുടെ നിരന്തര പരാജയത്തിൽ എനിക്ക് ജയാളിയായേ പറ്റത്തുള്ളൂ. അതിന് കർത്താവിന്റെ വചനമല്ലാതെ വേറൊരു മാർഗം എനിക്കില്ല. ആ വചനം നിങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ അനുവദിച്ച് അല്പനേരം കർത്താവിന്റെ വചനം ഒന്ന് വിളിച്ചു പറയാം നമുക്ക്. എന്നെ ശക്തനാക്കുന്ന, വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്ന എന്റെ യേശു മുഖാന്തരം ഞാൻ സകലത്തിന്റെ മീതെ ഇന്ന് ജയിക്കാൻ വേണ്ടി പോകുക. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം റിലീസ് ചെയ്തേ. ഒന്ന് തുറന്നേ. യേശു മുഖാന്തരം ഈ രാജ്യത്ത് എത്ര നിയമങ്ങൾ വന്നാലും, എന്റെ മുമ്പിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര ലൂസിഫർമാർ ഇറങ്ങി വന്നാലും, സാത്താൻ കോട്ട കെട്ടിയാലും, എന്റെ അകത്തോട്ട് ഇന്ന് ദൈവവചനത്താൽ ഉറപ്പ് കയറാൻ വേണ്ടി പോകുക. വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറവാണ്. ഓ യേശുവേ,
ആശ്രയിക്കുന്നതിന് ഉറപ്പ്. കണ്ണടച്ച് ഇന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിഷയത്തെ ഒന്നൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയി. ഉറപ്പാ ഉറപ്പാ ഉറപ്പാ, ഞാനും എന്റെ കുടുംബവും യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ക്ഷമിക്കാൻ വേണ്ടി പോവുക. ഉറപ്പ്, എന്റെ രോഗങ്ങൾ ഇന്ന് അത്ഭുതമായി തീരാൻ വേണ്ടി പോവുക. നിങ്ങളകത്ത് കയറുന്നത് വിട്ടുകൊടുക്കത്തില്ല. ഇതകത്ത് എനിക്ക് വിശ്വാസമുണ്ട് ബ്രദറെ, പക്ഷെ ഉറപ്പില്ല. അതിന്റെ കാരണം വിശ്വാസം കിട്ടിയത് എങ്ങനെയാണോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എനിക്ക് വിശ്വാസം കിട്ടിയത് കേട്ടത് കൊണ്ട്, ഞാനത് പറഞ്ഞത് കൊണ്ടാണെങ്കിൽ ഇത് തുടർന്നമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിന് മേൽ അടുക്കത്തില്ല. പറഞ്ഞോണ്ടിരിക്കും. ഒരു ബാധയും എന്റെ കൂടാരത്തിന് മേൽ പറ. ഇന്ന് ഏത് വിശ്വാസമാണോ നിങ്ങളെ കൊടുക്കുവാൻ നോക്കിയത്, ഇന്ന് വിളിച്ചു പറ. ഒരു ബാധയും അകത്തുനിന്ന് ഒരു നദി ഒഴുകണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് ജീവ ജലത്തിന്റെ നദികൾ ഒഴുകണം. ഈ പട്ടണത്തിന് മേൽ ഒഴുകണം. സകല കുടുംബത്തിന് മേൽ ഒഴുകണം. നിങ്ങളുടെ അകത്തു നിന്നും ഒഴുകണം. ഓവർഫ്ലോ ഉണ്ടാകണം. എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. എന്റെ ഉറപ്പാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഈ ദിവസങ്ങളിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ഉറപ്പാകുന്നില്ല എങ്കിൽ എന്റെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നിരന്തരം പറ. അകത്തു നിന്നും ഉറപ്പ് പുറത്തേക്ക് വരണം. ആര് നടക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഈ നിങ്ങൾ യോശുവയുടെ പുസ്തകം വായിച്ചത്. യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാവണം. ആ ഉറപ്പാണ് ചന്ദ്രൻ നിന്നത്. ആ ഉറപ്പാണ് സൂര്യനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നത്. ഉറപ്പുള്ളവൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. അവിടെ വിശ്വാസമുള്ളവനല്ല പറഞ്ഞേക്കുന്നത്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാകണം. അവിടെ വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുന്ന കാര്യം യോശുവയ്ക്ക് ഓൾറെഡി വിശ്വാസമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് വേണ്ടത് ഉറപ്പാണ്. കാര്യം ഇന്ന് നീ കാണാൻ പോകുന്നത് വലിയ യുദ്ധങ്ങളാ. ഇനി നീ കാണാൻ പോകുന്നത് വലിയ മല്ലന്മാരെയാ. ഇന്ന് നീ കാണാൻ വേണ്ടി പോകുന്നത് പല പ്രതിസന്ധികളാ. അതിന്റെ നടുവിൽ നിനക്ക് ഉറപ്പില്ല എങ്കിൽ നീ മധ്യത്തിൽ വീണു പോകും. നീ അവിടെ വീണു പോകും. പക്ഷെ നിന്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ സൂര്യൻ നിൽക്കും, നിന്റെ മുമ്പിൽ ചന്ദ്രൻ നിൽക്കും. നിന്റെ മുമ്പിൽ യുദ്ധങ്ങൾ പരാജയങ്ങളല്ല ജയമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഓ യേശുവേ ആരാധന. ഈ ദിവസങ്ങളിൽ ഉറപ്പിച്ച് നടക്കും എന്ന് പറ. അത് ഞാൻ വിശ്വസിക്കുന്നത് നടക്കുമെന്ന് പറ. ഓ ചില നിമിഷം എന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് നടക്കും. എന്നാ വിശ്വസിക്കുന്നത് വിളിച്ചു പറ. എപ്പോഴാണോ ഉറപ്പ് വരുന്നത് ആ നിമിഷം മുതലേ നിങ്ങളുടെ മിറക്കിൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാര്യം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എനിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചലിക്കുന്നില്ല. വിശ്വാസം ചലിക്കുന്നുള്ളത് എപ്പോഴാ അറിയുന്നറിയാവോ? അകത്തുറപ്പ് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹന്ന പിന്നെ കരഞ്ഞില്ല. ഹന്നയ്ക്ക് കൊച്ചിനെ കിട്ടിയിട്ടേ ഇല്ല, പക്ഷെ ഹന്ന പിന്നെ കരഞ്ഞിട്ടില്ല. അതെന്നെ കരയാനെന്നറിയാവോ? അകത്തുറപ്പ് വന്നു. അതെനിക്ക് ഉറപ്പാ, എന്റെ ഉള്ളത്തിൽ കിട്ടിയിരിക്കുന്നു. ഒറ്റ വഴിയുള്ള ഉറപ്പ് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടോണ്ടിരിക്കുന്നത്.
കേൾക്കുന്നത് നമ്മുടെ പ്രശ്നം. കേട്ടുകൊണ്ടിരിക്കുക, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു 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 ഓരോ ദിവസം നിങ്ങൾ ഞെട്ടാൻ വേണ്ടി പോയി. ഓരോ ദിവസം ആ ഉറപ്പിന്റെ അകത്ത് വന്ന് ചിലത് ഉണ്ടായി വരും. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം ഇരുന്ന് ഒരു 10 മിനിറ്റും കൂടെ സമയമുണ്ടോ നിങ്ങൾക്ക്? 10 മിനിറ്റ് അത്രയില്ല. നമ്മൾ ഈ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ധൈര്യവും ഉറപ്പുമാണ് കർത്താവിന്റെ മേശ. ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയാം, ലോകത്തിൽ എന്ത് നിയമം വന്നാലും ഞാൻ നിലനിൽക്കും. ഞാൻ നിലനിൽക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്ക് സഹോദരിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സഹോദരി പറഞ്ഞൊരു വാക്കാണ്, ഒറ്റ പ്രവചനം കേട്ടിട്ട് മുടങ്ങാതെ സൂം മീറ്റിംഗ് ഞാൻ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഭക്ഷണമില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. UK റൂമിന്റെ അകത്ത് കൊച്ചിനായിട്ട് മാത്രം ഇരിക്കും. ജോലിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ച് പാക്ക് ചെയ്തിരിക്കുക. ഒറ്റ വചനം, ഒറ്റ പ്രവചനം. നവംബർ മാസം 28, എന്റെ പരിചയം പോലും ഇല്ല. നവംബർ മാസം 28 ദേവാത്മ ആലോചന പറഞ്ഞു. നവംബർ മാസം 29 ഒരു ഇമെയിൽ വരും. എന്നോട് പറയുന്നത്, വളരെ 3 മാസം ശമ്പളമില്ല, എന്റെ കൂടെ ഉള്ളവരെല്ലാം നാട്ടിൽ പോയി, ഞാൻ പാക്ക് ചെയ്തിരിക്കുക. പക്ഷെ പുള്ളിക്കാരെന്നറിയാമോ, അന്ന് മുതൽ ഒറ്റ പ്രാർത്ഥന മുടക്കാതെ ഇരിക്കാൻ തുടങ്ങി. ആ ദിവസം വരെ ഞാൻ ചിന്തിക്കുക, പുള്ളിക്കാരിക്ക് സംശയിക്കാൻ വരായിരുന്നു. ഭക്ഷണവുമില്ല, ശമ്പളവുമില്ല, ഒന്നുമില്ല, വലിയ പ്രതികൂലമാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ മുടങ്ങിയില്ല. കാര്യം വചനം ഭക്ഷിച്ചോണ്ടേയിരുന്നു. വചനം ഭക്ഷിച്ചപ്പോൾ ഉറപ്പ് വരാൻ തുടങ്ങി. കറക്റ്റ് 28-ാം തീയതി കോട്ടയത്ത് സാക്ഷ്യം പറഞ്ഞ 28-ാം തീയതി ഇമെയിൽ വന്നു, ഇന്ന് തിരിച്ചെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല 3 മാസം മുടങ്ങിയ സാലറി തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞ. അപ്പൊ വചനം പറഞ്ഞാൽ എന്തുണ്ടാവും? ഉറപ്പുണ്ടാവും. ഉറപ്പ് വരുന്നത് വരെ നമുക്കറിയാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെ ജോഷുവ പറഞ്ഞ രാവും പകലും ധ്യാനിക്കുക. നമുക്ക് തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവായ യേശുവിന്റെ മേശ. എനിക്ക് ഈ ധൈര്യം കിട്ടുന്നത് ഈ മേശയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് പറയാൻ കാര്യം, സ്വർഗത്തിന് നിങ്ങളുടെ നന്മയിൽ തടയാൻ കഴിയത്തില്ല. ആകാശമണ്ഡലത്തിൽ പഴയ നിയമത്തിൽ പ്രാർത്ഥനയെ തടഞ്ഞ സ്വർലോകത്തിലെ സേനയുണ്ട്. പക്ഷെ ഇത് സ്വർലോകത്തിലെ സേനയെ പരാജയപ്പെടുത്തിയ യേശുവിന്റെ തിരുമേശയാണ്. കർത്താവ് പറഞ്ഞു, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്വതന്ത്രം ചൊല്ലി നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. ധൈര്യപ്പെടണം. ഈ രാജ്യത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, ഏത് രാജ്യത്തായിക്കോട്ടെ, എന്നെ സൂമി കേൾക്കുന്നവരുണ്ട്, എവിടെ നിന്ന് ഞാൻ ഇവിടെ ഫലം കായ്ക്കും, ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കും. നിങ്ങൾ പറയുന്നത് നടക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പലപ്പോഴും യേശു പറഞ്ഞു, നീ പറയുന്നത് സംഭവിക്കും. ഞാൻ പറയുന്നുണ്ടോ? നമുക്ക് ഈ കർത്തമേശയിലേക്ക് പ്രവേശിക്കാം. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ഈ വചനം നമുക്ക് എടുത്തു വെച്ച് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി നമുക്ക് മുമ്പായി സമർപ്പിക്കുന്ന ഈ തിരുവേശയെ പറ്റി നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം. എന്റെ പാപമാണ്. ഒരു നിമിഷം എണീറ്റ്, ഒരു നിമിഷം ഞാൻ. എന്റെ പാപമാണ് എനിക്ക് ദൈവസന്നിധിയിൽ ധൈര്യം നഷ്ടപ്പെടുത്തി. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇതാണ് എന്റെ ധൈര്യം. പഴയ നിയമത്തിൽ ഒരാൾക്കും ഇല്ല ധൈര്യം. അറിയോ? പഴയ നിയമത്തിൽ ഒരാൾക്കും ഇല്ല ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് കർത്താവെ എന്റെ വിഷയം റെഡിയാക്കി തരണം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു, കർത്താവെ എന്നോട് കരുണ തോന്നണം, എന്നോട് മനസ്സലിവ് തോന്നണം. പല ഇടങ്ങളിൽ കാണാൻ പറ്റും. പക്ഷെ പുതിയ നിയമത്തിൽ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നോട് ദൈവത്തിന് കരുണയുണ്ട്. കാര്യം ഈ ശരീരം എപ്പോഴാണോ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്, ഇനി ഒരു പാപത്തിനോ, ഇനി ഒരു ശാപത്തിനോ, ഇനി ഒരു ശത്രുതയ്ക്കോ എന്നെ തടയാൻ കഴിയത്തില്ല. ഇനി ഒരു അനുഗ്രഹത്തിന് എന്നെ ഒരിക്കലും തടയുവാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് ഈ നിങ്ങൾ കാണുന്നത് ഒരു മണ്ണായിട്ടായിരിക്കാം, പക്ഷെ ഇത് കർത്താവിന്റെ ശരീരമാണ്. ഞാനിത് ബൈബിൾ പ്രകാരം ഇതിനെ നുറുക്കുന്ന സമയത്ത് കർത്താവായ യേശു പറഞ്ഞു, എന്നെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി. എന്തിനാ സ്തോത്രം ചൊല്ലി എന്നറിയാവോ? നന്ദി പറയുക. താങ്ക്സ് ഗിവിംഗ്. ഈ ശരീരം എനിക്ക് തന്നതിന് നന്ദി. എനിക്ക് യാഗമായി എനിക്ക് വേണ്ടി ഒരുക്കിയ ശരീരത്തിന് നന്ദി. ഈ ശരീരം ഞാൻ നുറുക്കപ്പെടുമ്പോൾ നോക്കിക്കേ, ഇത് നുറുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു തകർച്ച ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പിശാചിനും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ഇനി ഒരു പരാജയത്തിനും നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. ഇത് നുറുക്കപ്പെട്ടത് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വില കൊടുക്കുകയാണ്. ഈ തിരുമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഭക്ഷിക്കുന്നവന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു.
ഇത് ജയത്തിന്റെ ജീവനാണ്. ബൈബിൾ പറഞ്ഞ പോലെ തന്നെ ആവണ്ണം തന്നെ കർത്താവ് അത്താഴം കഴിഞ്ഞ ശേഷം ആ പാനപാത്രം എടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ വിശ്വാസ മാർഗം. ഇത് കർമ്മ മാർഗമല്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവന് ലഭിക്കും എന്നതിന്റെ തെളിവാണ് ഈ തിരിച്ചു രക്തം. ഇത് പാനം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം എന്റെ ഓർമ്മ. ഇത് ഞാൻ പറഞ്ഞു, ഓർമ്മ എന്ന് പറഞ്ഞാൽ അനുദിനം പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഓർമ്മയിൽ ധൈര്യപ്പെടണം. ഇത് ഞാൻ പാനം ചെയ്യുമ്പോൾ, ഇത് ഞാൻ ഭക്ഷിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഇത് വ്യാപരിക്കുന്നു, യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ഇതിലേക്ക് ഒരു നിമിഷം ഒന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഈ സമയം ഒരു പാട്ട് ദൈവത്തിൽ പാടി നന്ദി കർത്താവ്, നന്ദി കർത്താവ്. നമുക്ക് അല്പനേരം ഒന്ന് ധ്യാനിച്ചാട്ടെ. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി, എന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, എന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നമുക്കത് നിങ്ങൾ കരങ്ങളിലേക്ക് എടുത്തു പിടിക്കുക. എടുത്തു പിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഭക്ഷിക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ ആശിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് ദൈവശക്തിയെ നൽകുന്നതാണ്. ഈ ഉറപ്പാണ് ഈ ശരീരം. ഇത് പാനം ചെയ്ത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഞാൻ ഭക്ഷിക്കുന്നതിന്റെ എന്റെ വിശ്വാസത്തിന്റെ വർധനമാണ് തിരുമേശ. എല്ലാവരും കരങ്ങളിലേക്ക് എടുത്ത് പിടിച്ചോ. ഉള്ളത്തിലേക്ക് ആ വചനം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് എപ്പോഴാണോ നിങ്ങളുടെ അകത്തേക്ക് ഉറപ്പ് വ്യാപരിക്കുന്നത്, ആ ഉറപ്പിന്റെ അകത്തുനിന്നും സൃഷ്ടിപ്പുകൾ നടക്കും. അതിന്റെ തെളിവാണ് ഈ കർത്താവിന്റെ തിരുരക്തവും കർത്താവിന്റെ ശരീരവും. നമുക്ക് ഒരുമിച്ചത് പാനം ചെയ്യുന്ന സമയത്ത് വിശ്വസിക്കണം, എന്റെ സകല കുറവുകളും കർത്താവ് ക്രൂശിൽ നീക്കിയിരിക്കുന്നു. ഒരു തടസ്സവും എനിക്കില്ല, ഒരു പ്രതികൂലവും എന്നെ തൊടത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. എന്റെ ഉറപ്പാണ് ഞാൻ ഭക്ഷിക്കുന്നത്, എന്റെ ധൈര്യമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അപ്പൊ വീഞ്ഞുങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്യാം. എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മൾ പരസ്പരം സ്നേഹ ചുംബനങ്ങളാണ്. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇത് പരാജയത്തിന്റെ അല്ല, ജയത്തിന്റെ ഒരു സമയമാണ്. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം ബലപ്പെട്ടു. ഇന്ന് നമ്മുടെ കൂട്ടത്തിലും സൂമിലും ഒക്കെ ലൈവിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഉറപ്പ് നമ്മുടെ അകത്ത് വേണം. ഉറപ്പ് വരുവാൻ ഈസിയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക, ധൈര്യപ്പെടുക. പറയുമ്പോൾ ഉറപ്പ് തന്നെ വരും, പറയുമ്പോൾ തന്നെ വരും. തന്നെ വരുമ്പോൾ സൃഷ്ടിപ്പുകൾ നടക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഉറപ്പിന്റെ അകത്തുനിന്നും സൃഷ്ടിപ്പുകൾ നടക്കും. ഒരു നിമിഷം കണ്ണടച്ച് നന്ദി കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നതാണ്. കർത്താവിന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ മേൽ നമ്മൾ വിതയ്ക്കുവാൻ വേണ്ടി പോകുന്നു. ഇത് പരാജയത്തിന്റെയോ അല്ല, നിന്ദയുടെ അല്ല, ഞെരുക്കത്തെ ജയിക്കും. ഒരു കളവാരത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ വരുന്ന ആഴ്ച എപ്പോഴേലും നമുക്ക് വെള്ളിയാഴ്ച എപ്പോഴേലും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം കുറച്ച് ടെസ്റ്റ് മണികൾ ഇതിന്റെ അകത്തുണ്ട്, സാക്ഷ്യങ്ങളോടെ ഉൾക്കൊള്ളിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് വിതയ്ക്കാം. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കും. ഞാൻ നന്മ കാണും. വലിയ ഓഫറിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചോട്ടെ. പിതാവെ സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവെ നിന്റെ വയൽ വിതയ്ക്കുമ്പോൾ അത് 30, 60, 100 മേനിയായി കർത്താവ് ഞങ്ങൾക്ക് ആത്മാക്കളായി തിരികെ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇത് ഞങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശൂന്യമായ ആരെങ്കിലും കരുങ്ങളുണ്ടെങ്കിൽ കർത്താവ് അറിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്
ഹാലരിയോ വാരി വിതറി ഞങ്ങൾക്ക് അനേക രാജ്യങ്ങൾക്ക് കൊടുക്കുവാൻ തൊക്കണം കർത്താവ്. സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി മതിയാവുമ്പോഴും കർത്താവ് തരുന്നതിനായി നന്ദി കരയിക്കുന്ന കർത്താവ് എന്റെ വലിയ മഹത്വം കൊണ്ട് നിറയ്ക്കുമാറാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറിയ നന്മകളാൽ നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങൾക്ക് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവായ യേശുവേ. ദൈവമേ. ആമേൻ. God bless you. ഈ മുഖത്തുണ്ടോ ബ്രദറെ? ഒരു പുതിയ വാഹനം എടുത്തത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്താ കർത്താവ് നമുക്ക് വാഹനം നൽകുന്നത് അനേകയിടങ്ങളിൽ പാടി ഇതൊരു തുടക്കമാണ്. കർത്താവ് ഞങ്ങളുടെ യേശു നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഒരു വർഷം കർത്താവ് ഒരുമിച്ച് ഈ താക്കോലിനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഈ വാഹനം ഇന്ന് ഒരു ആദ്യം പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. അനേക